മാന്യ പ്രേക്ഷകർക്ക് പ്രണാമം. നമ്മൾ ഓഗസ്റ്റ് 1 നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതി സുപ്രീം കോടതി DY ചന്ദ്രചൂഡൻ അധ്യക്ഷനായിട്ടുള്ള 7 അംഗ ബെഞ്ച് ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ സംവരണം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ സംവരണം ലഭിക്കുന്ന വിഭാഗങ്ങളിൽ മുന്നോക്കം എത്തിയിട്ടുള്ള ആളുകളെ കണ്ടെത്തി ക്രീമി ലെയർ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പിന്നോട്ട് നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി അതിൽ ഉപജാതി വിഭാഗങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ആ കണ്ടെത്തുള്ള അധികാരം സംസ്ഥാന സർക്കാരിൽ കൊടുത്തുകൊണ്ട് സംവരണം ആ വിധത്തിലാക്കണം എന്നൊരു വിധിയാണ് പരമോന്നത സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ ചില സംഘടനകൾ വ്യാപകമായി അവര് ബന്ദ് നടത്താൻ ആഹ്വാനം ചെയ്യുകയും അതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 21 നമ്മുടെ സംസ്ഥാനത്തും SC/ST സംഘടനകൾ ഈ ഹർത്താൽ ആചരിക്കുകയുണ്ടായി. പരിപൂർണ വിജയമായിരുന്നോ എന്ന് ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് പറയേണ്ടത്. എന്നാലും ആരെയും ഉപദ്രവിക്കുകയോ അക്രമങ്ങൾ സംഭവിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ SC/ST വിഭാഗത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് മുന്നോക്കം വരാൻ സാധിക്കുന്ന തരത്തിൽ ആണ് ഈ സുപ്രീം കോടതിയുടെ വിധി എന്ന് തോന്നുന്ന, പുറമേയുള്ളവർക്ക് പോലും തോന്നുന്ന ഈ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഈ ഒരു വിധിയെ എന്തിനാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ സംഘടനകൾ തന്നെ എതിർക്കുന്നതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ ഒരു സമൂഹത്തിന്റെ വിഷയങ്ങളുമായി സംസാരിക്കുകയും അതിന്റെ ആത്മീയത പറയുകയും ഭൗതികമായ വിഷയങ്ങൾ ഇടപെടുകയും ചെയ്തത് കൊണ്ട് തന്നെ ആശ്രമത്തിൽ പല ആളുകളെ വിളിച്ച് ചോദിച്ചു, എന്തിനാണ് പട്ടികജാതി പട്ടികവർഗ സംഘടനകൾ ഇങ്ങനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹർത്താൽ നടത്തുന്നത്? ഇത് സ്വീകാര്യമായ കാര്യമല്ലേ? ആ വിഭാഗത്തിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ മുന്നോട്ട് വരുന്നതല്ലേ? അപ്പോൾ അല്ലേ സംവരണത്തിന്റെ പൂർണ്ണ പങ്കാളിത്തം എല്ലാവരിലേക്കും എത്തുകയുള്ളൂ? ഇതല്ലേ അംബേദ്കർ വിഭാവനം ചെയ്തത്? പിന്നെ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ പറയാനാവുക. നമ്മെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആത്മീയ മണ്ഡലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കേണ്ട അത്തരം ആളുകളാണ്. മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും എല്ലാം തന്നെ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാരിനോട് ജാതി സെൻസസിനെ കുറിച്ച്. അപ്പൊ ജാതി സെൻസസ് വന്നാൽ മാത്രമേ ഉള്ളൂ സംവരണത്തിന്റെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എവിടെയാണ് അതിന്റെ പരാജയം എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ജാതി സംവരണം നിർബന്ധമായി നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ ചില സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന് താല്പര്യം എടുക്കുന്നില്ല. അത് ഹിന്ദുവിനെ ഭിന്നിപ്പിക്കും എന്നാണ് നിരന്തരം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുവിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർകക്ഷികൾ പറയുന്നതാണ് ഈ ജാതി സംവരണം, അല്ല ജാതി സംവരണത്തിന് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഈ ജാതി സംവരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് അതിന് താല്പര്യത്തിലാണോ ഈ തരത്തിൽ കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടാകുന്നത് എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ശരി, ഇത്തരം കാര്യങ്ങളൊന്നും അത് തന്നെയാണെന്ന് പറയാൻ നമ്മൾ ആളല്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഇന്ന് അതിഥികളായി നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് റിട്ടയർഡ് SP ആയിട്ടുള്ള രാധാകൃഷ്ണൻ IPS ആണ്. കൂടാതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു അതിഥി നമ്മുടെ കൂടെ പങ്കെടുക്കുന്നത് കെ കേശവൻ എന്ന് പറയുന്ന ഈ ദ്രാവിഡ ഐക്യവേദിയുടെ എറണാകുളം സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ആ മാന്യ വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും, ഈ രണ്ട് അതിഥികളെയും നമ്മൾ ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോ നമുക്ക് എന്തായാലും അവരോട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചോദിക്കേണ്ടത്. എന്താണ് ഈ ക്രീമി ലെയർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഈ ഹർത്താൽ നടത്തിയത് എന്നുള്ളത്. അപ്പോൾ കെ കേശവൻ സ്വാമിനോട്, നമ്മൾ എല്ലാവരെയും സ്വാമി എന്നാണ് വിളിക്കുക, നിങ്ങൾ രണ്ടുപേരോടും പറയുകയാണ്, മറ്റുള്ളൊരു ഇതൊന്നും ഇല്ല, സ്വാമി എന്ന് വിളിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നു കിടന്നു. അപ്പം ആ ഒരു കാര്യത്തിൽ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ദ്രാവിഡ ഐക്യവേദി എറണാകുളം സംസ്ഥാന എറണാകുളം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള കെ കേശവൻ സ്വാമിനോടാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോ ഈ ഒരു ക്രീമി ലെയർ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് അത് നടപ്പിലാക്കണമെന്ന ഈ സുപ്രീം കോടതി വിധി, DY ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ആ ഒരു ബെഞ്ചിന്റെ വിധിക്കെതിരെ രാജ്യവ്യാപകമായിട്ടാണ് ഇപ്പൊ ഒരു ഹർത്താൽ ഓഗസ്റ്റ് 21 ഇവിടുത്തെ ദലിത് ആദിവാസി സംഘടനകൾ നടത്തിയത്. അത് പരിപൂർണ വിജയമായിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല. അത് നിങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ക്രീമി ലെയർ ലിസ്റ്റിനെ, ഈ ഒരു സംവിധാനത്തെ വേണ്ട, അല്ലെങ്കിൽ ഉപജാതി ഈ സംവരണം കൊണ്ടുവരുക സംസ്ഥാന സർക്കാരുകൾക്ക് അതിന്റെ അധികാരം കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് വേണ്ട എന്ന് ഇത്തരം സംഘടനകൾ പറയുന്നതും
എതിർക്കുന്നതും അതിന്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാൻ നമുക്കും പ്രേക്ഷകർക്കും താല്പര്യമുണ്ട്. അതുകൊണ്ട് അതൊന്ന് വിശദമാക്കിയാൽ നന്നായിരുന്നു. നമസ്കാരം സ്വാമി. അതായത് ഈ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സംവരണം എന്ന കാര്യമാണ്. ഈ സംവരണം എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ 1932 കിട്ടിയ കമ്മ്യൂണൽ അവാർഡിന്റെ ഒരു അപരനാമമാണ് സംവരണം. ഈ സംവരണം നമുക്ക് നിലനിൽക്കാൻ ഒരു പ്രത്യേക കാര്യം പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന ഉടലെടുത്ത് വരുന്ന കാലത്ത് സംവരണം ആർക്കെല്ലാം കൊടുക്കണമെന്ന് നിശ്ചയിക്കാൻ വേണ്ടി വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഏതാണ്ട് അതിന്റെ തീരുമാനം പൂർത്തീകരിക്കാൻ 2.5 കൊല്ലം വേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോ സംഘടനയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ആർക്കും തന്നെ സംവരണം കൊടുക്കണ്ട എന്ന് പറയുകയുണ്ടായി. പക്ഷേ സംവരണം കൊടുക്കണ്ട എന്ന തീരുമാനത്തിൽ എത്തിയെങ്കിലും വല്ലഭായ് പട്ടേൽ എടുത്തു പറഞ്ഞു, ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം കൊടുക്കാതിരിക്കാൻ വയ്യ. അപ്പോ അതെന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ, ഇന്ത്യ സ്വതന്ത്രമാകാൻ കരാറുണ്ടാക്കിയപ്പോൾ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും വെച്ച കരാറിൽ വല്ലഭായ് പട്ടേലും ഗാന്ധിജിയും നെഹ്റുവും അങ്ങനെ പ്രധാന ആൾക്കാരെല്ലാം ഒപ്പുവെച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഇന്ത്യയുടെ ഡിസ്പ്രസ്ഡ് ക്ലാസിന്റെ പ്രതിനിധിയായിരിക്കുന്ന അംബേദ്കർ കൂടി ഒപ്പുവയ്ക്കാതെ ഇത് അംഗീകരിക്കില്ലെന്നും സ്വാതന്ത്ര്യം കിട്ടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇവർ അംബേദ്കറെ കണ്ടു പറഞ്ഞു, നിങ്ങൾ ഒപ്പുവയ്ക്കാതെ നടക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ഒപ്പുവയ്ക്കണം. അപ്പോൾ അംബേദ്കർ പറഞ്ഞത്, കമ്മ്യൂണൽ അവാർഡിൽ അനുവദിച്ച് ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും തുടർന്ന് തന്നോളാം എന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്ന ഒരു എഗ്രിമെന്റ് തന്നാൽ ഞാൻ ഒപ്പുവെക്കാം. അങ്ങനെ അവർ ആ എഗ്രിമെന്റ് കൊടുക്കുകയും ഒപ്പുവെക്കുകയും ചെയ്ത് അങ്ങനെയാണ് ഈ സംവരണം നിലനിർത്തിയത്. അപ്പൊ ഇതാണ് വല്ലഭായ് പട്ടേൽ പറഞ്ഞത്, പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ഒഴിച്ചാൽ മറ്റാർക്കും കൊടുക്കണ്ട, എന്നാൽ ഇവരെ ഒഴിവാക്കാൻ പാടില്ല. ഒന്ന്, ഈ സംവരണം എന്ന് പറഞ്ഞു ഭരണഘടനയിൽ വന്നപ്പോൾ, ഈ കമ്മ്യൂണൽ അവാർഡ് ഭരണഘടനയിലേക്ക് വന്നപ്പോൾ കൊടുത്ത അപരനാമമാണ് സംവരണം. ഇതില് ക്രിമീലിയർ എന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. ധനപരമായ കാര്യങ്ങളിലാണ് ക്രിമീലിയർ എന്ന വിഷയം വരുന്നത്. വരുമാനം കൂടുമ്പോൾ അത് ക്രീം ലെയർ എന്നാണ്, പാൽപ്പാടയ്ക്ക് മുകളിലും താഴെയും. അപ്പൊ അങ്ങനെ താഴെ വരുന്നതാണ് നമ്മൾ, മുകളിൽ പോകുന്നതാണ് ക്രിമീലിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ക്രിമീലിയർ എന്ന സിസ്റ്റം അനുശാസിക്കുന്നില്ല. അത് അനുച്ഛേദം 340 പ്രകാരം പറയുന്ന OBC വിഭാഗങ്ങൾക്കാണ് അനുവദിക്കുന്നത്. അവർക്ക് സംവരണം കൊടുത്താൽ, സംവരണം ആർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ സംവരണം മറ്റാർക്കും തന്നെ ഇല്ല. അപ്പൊ അന്നത്തെ സംവരണ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത്, സംവരണം കൊടുക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ജനസംഖ്യാനുപാതികമായി ആയിരിക്കണം സംവരണം കൊടുക്കുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ 10%, ഇത് വടക്കേന്ത്യയിലും മറ്റൊക്കെ 10%-ൽ ഉപരിയാണ്. അപ്പൊ അങ്ങനെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ ഉയർന്നു വന്നാൽ 50% വരെ കൊടുത്താൽ മതി. ഇങ്ങനെയാണ് 50% സംവരണം എന്ന് പറയുന്നത്. ഈ 50% സംവരണം പിന്നീട് ആർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞ അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റു പലർക്കും ഇതിൽ നിന്ന് 17ഉം 20ഉം ഒക്കെ ആയിട്ട് കൊടുത്തു തുടങ്ങി. അപ്പൊ അത് അനുച്ഛേദം 16 പ്രകാരം അനുശാസിക്കുന്നുണ്ട്, OBC പിന്നോക്കം നിൽക്കുന്ന മറ്റു വിഭാഗക്കാർക്ക് ഏതെങ്കിലും വ്യവസ്ഥയിൽ സഹായം അനുവദിക്കുന്നതിൽ ഭരണഘടന എതിരല്ല എന്നൊരു അനുച്ഛേദം 16 പറയുന്നത് കൊണ്ടാണ് അവർക്ക് സംവരണം അനുവദിച്ചത്. അതാണ് മണ്ഡൽ കമ്മീഷൻ വന്നപ്പോൾ കൊടുക്കാനുള്ള കാര്യമൊക്കെ ഉണ്ടായത്. പക്ഷെ ഭരണഘടന ഉണ്ടായ കാലത്ത് അവർ തീരുമാനമെടുത്ത കമ്മിറ്റിയുടെ തീരുമാനം സംവരണം ആർക്കും കൊടുക്കണ്ടെന്നാ. ഇപ്പൊ വന്നു മുസ്ലിമിനായി, അതുപോലെ തന്നെ OBC-ക്കാർക്കായി, അങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സംവരണം ആർക്കും കൊടുക്കണ്ട എന്ന് പറയുന്നതിൽ നമ്മൾ എതിരല്ലെങ്കിൽ പോലും, പക്ഷേ ഈ സുപ്രീം കോടതിയുടെ വിധി ഭരണഘടനാ വിരുദ്ധമാണ്. സുപ്രീം കോടതിക്ക് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കാൻ അവകാശമില്ല. അവകാശമില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രിമീലിയറായി പട്ടികജാതിക്കാരെ പ്രഖ്യാപിക്കാൻ ഭരണഘടന അനുശാസിക്കുന്നില്ല. സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിക്കാർഡ് കോടതിയാണ്.
സർക്കാർ നമ്മളോട് സ്വീകരിക്കുന്ന നയങ്ങൾ തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയുവാനും ഭരണഘടനയിൽ അനുശാസിക്കുന്ന നിയമങ്ങൾ അതേപടി നിലനിർത്തുവാനുമാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും മറ്റു കോടതികളൊക്കെയാണ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതിക്ക് ഒരു നിയമം ഉണ്ടാക്കാൻ അവകാശമില്ല. അപ്പൊ ഒരു സൂത്രമായിട്ട് അവർ ഉണ്ടാക്കിയതാണ്, ഇവിടെ ഒരു സൂത്രീകരണമാണ് നടന്നത്. കാരണം അവർ തന്നെ ആലോചിച്ച്, സവർണ വർഗക്കാർ ആലോചിച്ചുകൊണ്ട് ഒരാളെ കൊണ്ട് കേസ് കൊടുപ്പിക്കുന്നു. അപ്പൊ ഞങ്ങൾക്കും ഈ OBC പെട്ട പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കും കൊടുക്കുന്നത് പോലെ തന്നെ അവർക്കും ക്രിമിനൽ പ്രഖ്യാപിക്കണം. അപ്പൊ അത് ഇങ്ങനെ ഒരു ക്രിമിനൽ പ്രഖ്യാപനം നടത്താൻ വേണ്ടിയാണ് അവർ ആലോചിച്ചൊരു കേസ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ പോലും ആ കേസിൽ ക്രിമിനൽ ആക്കി പട്ടികജാതിക്കാരെ വരുത്തണം എന്ന് പറയുമ്പോൾ ഏത് അനുച്ഛേദ പ്രകാരമാണ് സുപ്രീം കോടതി ഇത് പറഞ്ഞെന്ന് പറയുന്നില്ല. സുപ്രീം കോടതിക്ക് ഭരണഘടനയുടെ അനുച്ഛേദങ്ങളെ വകവെച്ചുകൊണ്ട് മാത്രമേ ഒരു നിയമം ഉണ്ടാക്കുവാനോ വിധി ഉണ്ടാക്കാനോ പാടുള്ളൂ. വിധി ഉണ്ടാക്കിയാൽ തന്നെ അങ്ങനെ നിയമം വേണം അവിടെ. അങ്ങനെ ഒരു നിയമം ഭരണഘടനയിൽ ഇല്ല. അപ്പൊ സുപ്രീം കോടതി നമ്മളോട് ചെയ്തിരിക്കുന്ന ഒരു വഞ്ചനയാണ്. അപ്പൊ ഇവിടുത്തെ ജുഡീഷ്യറിയും പാർലമെന്ററിയും നമ്മളോട് കാണിക്കുന്ന വഞ്ചന, നമ്മളിപ്പോൾ ഈ ഭരണഘടനാപരമായ വഞ്ചനം സർക്കാർ കാണിക്കുമ്പോൾ കോടതിയെ സമീപിക്കണം, കോടതി കാണിക്കുന്നത് പാർലമെന്ററിയെ സമീപിക്കണം. പക്ഷെ ഇവർ രണ്ടും നമ്മളോട് ന്യായകരമായ രീതിയിൽ പെരുമാറുന്നില്ല. പിന്നെ നമ്മൾ എടുക്കേണ്ട വിഷയം എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് ഇങ്ങനെ തരാത്ത വ്യവസ്ഥിതി ഐക്യരാഷ്ട്ര സംഘടന അറിയണം. ഇത് ഇവരുടെ മാത്രം സ്വന്തമായ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കൂട്ടാമെന്ന് ഇവർ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്ന കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ആയിത്തീരുന്നത്. നമ്മളെ ആദ്യം പട്ടികജാതിക്കാരെ എന്ന് പറയുന്ന ലിസ്റ്റ് ഉണ്ടാക്കി പട്ടികജാതിക്കാർ ഹിന്ദുക്കളാണെന്ന് പ്രഖ്യാപിച്ചു 51-ന്. അത് കഴിഞ്ഞ് സാമ്പത്തിക സംവരണം ഉണ്ടാക്കി. ഇങ്ങനെ പലതും ചെയ്യുമ്പോൾ നമ്മുടെ സംഘടനകൾ എന്തെല്ലാം ഉണ്ടോ അതൊന്നും മിണ്ടുന്നില്ല. ഭരണഘടനാപരമായും നിയമപരമായും നമ്മൾ വാദിക്കുവാനോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുവാനോ സംഘടിതമായി വരുന്നില്ല. ഓരോരുത്തരും വന്ന് വേദികൾ ഇപ്പൊ തന്നെ സമരം നടത്തി എന്ന് പറയുന്നു. ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തില്ല, മനസ്സില്ലാത്തതുകൊണ്ടല്ല. ആ സമരത്തിൽ അവർ കാര്യങ്ങൾ ആരും ബോധിപ്പിച്ചില്ല, ആരും തന്നെ കാര്യം പറഞ്ഞില്ല. എന്തുകൊണ്ട് ക്രിമിനൽ ആക്കി അത് തെറ്റാണെന്ന് പറയാൻ ഒരു നിയമ സംവിധാനം ഇവർ പഠിക്കാതെയാണ് ഈ സമരങ്ങളൊക്കെ നടത്തുന്നത്. ആയതുകൊണ്ട് ഇതിനോട് നമ്മൾ എതിർക്കേണ്ടത് നിയമപരമായും ഭരണഘടനാപരമായും നമ്മളോട് കാണിക്കുന്ന വഞ്ചന കാലങ്ങളായി തുടരുന്നു എന്ന് ഐക്യരാഷ്ട്ര മഹാസഭയെ അറിയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു ഫോൺ വഴി ഉണ്ടാവുകയുള്ളൂ. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒന്നായിട്ട് തന്നെ സംഘടിച്ച് പലയിടത്തും ആൾക്കാരെ ബോധവൽക്കരിക്കണം. എന്നാൽ ഈ ക്രിമിലിയർ എന്താണ്, സംവരണം എന്താണ്, ഇതിനെങ്ങനെയാണ് ഒരു അട്ടിമറിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ബോധവൽക്കരിച്ചു കൊണ്ടുവേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അതല്ലാതെ ഒരു മാർഗമില്ല. കാരണം പാർലമെന്ററിയും ജുഡീഷ്യറിയും ഒക്കെ നമുക്കെതിരായി നിൽക്കും. നമ്മളൊരു കേസ് കൊണ്ട് കൊടുത്താൽ അവർ അത് ശരിയായ രീതി വിധി പറയില്ല. പാർലമെന്റിൽ നമ്മളൊരു ബില്ല് അവതരിപ്പിക്കാൻ നമുക്ക് മതിയായ MP-മാരോ MLA-മാരോ ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതെല്ലാം അവര് കൈക്കടക്കി വെച്ചിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. ഇതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് നമ്മളിപ്പോ കൂടിയിരിക്കുന്ന ആരൊക്കെയാണോ അവരെല്ലാം ഇതേപ്പറ്റി എനിക്ക് കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സമയത്ത് അത് ഞാൻ പറയുമ്പോൾ മറ്റുള്ളവർക്ക് മുഷിവായി മാറും. അതുകൊണ്ട് നമുക്ക് കൂട്ടായിരുന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ഇത് വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതാണ് എനിക്ക് സ്വാമിയുടെ മുമ്പിൽ വെക്കാനുള്ളത്. തീർച്ചയായും എന്തായാലും ഒരു ആമുഖം എന്ന നിലയ്ക്ക് അങ്ങേ ഒരു വിഷയം ഈ തരത്തിൽ അവതരിപ്പിച്ചത് നന്നായി. നമ്മൾ ഇനി അടുത്ത അതിഥിയിലേക്ക് പോവുകയാണ്. രാധാകൃഷ്ണൻ IPS. അങ്ങോട്ട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ നമ്മളുടെ ഈ KK കേശവൻ സ്വാമി പറയുകയുണ്ടായി. അദ്ദേഹം തന്നെ പറഞ്ഞത് വെച്ചാൽ ഇവിടെ നമുക്ക് പാർലമെന്ററി ആവട്ടെ, പരമോന്നത കോടതി, നമുക്ക് രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യത്തോടു കൂടി മഹാനായ അംബേദ്കർ കൂടി ഒരുപാട് വിഷമത്തിലാണ് ഒരു പ്രതീക്ഷ അർപ്പിച്ചത്. ഇവിടുത്തെ ഈ പറയുന്ന ഒരു വ്യവസ്ഥ മാറുന്നു, ഈ ഒരു ഫ്യൂഡൽ വ്യവസ്ഥ മാറിക്കൊണ്ട് നമുക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു സംവിധാനം വരുന്ന ഒരു ആശ്വാസത്തിലാണ് ആ മഹാത്മാവിന്റെ ഈ ശരീരം ഇവിടുന്ന് വിട്ട് പോകുന്നത്. ഇപ്പോഴും മനസ്സ് പോയി എന്നോ ആത്മാവ് പോയി എന്ന് പറയാൻ നമുക്ക് ആർക്കും ആവില്ല, കാരണം വേദനയോടുകൂടി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു സമയം ഇങ്ങനെ കരുതി പോയിട്ടും ഇവിടെ ഭരണഘടന പറയുന്ന ആർട്ടിക്കിൾ 341, 342 പറയുന്ന നമ്മുടെ ഈ സമൂഹത്തിന് നീതി ലഭിക്കേണ്ട സ്ഥലത്തെ നമുക്കൊരു ആവശ്യം വന്ന് കോടതി പോയ കോടതി തന്നെ പറയാം നിങ്ങൾക്ക് നീതി ഇല്ല. പണ്ടത്തെ ഇവിടുത്തെ ഈ പറയുന്ന സ്മൃതികാരന്മാർ എന്തു പറഞ്ഞു അത് തന്നെ കോടതി പറയാണ് നിങ്ങൾക്ക് നീതി ഇല്ല. ഇനിയല്ല ഇവിടുത്തെ പാർലമെന്ററിയെ സമീപിക്കുമ്പോൾ അതന്നത്തെ രാജവംശം പറഞ്ഞ പോലെ പറയാണ് ഇല്ല നിങ്ങൾക്ക് നീതി തരില്ല. അതായത് പണ്ടത്തെ എന്താണോ സ്മൃതി നിയമങ്ങൾ അതുപോലെ തന്നെ നമുക്ക് നീതി തരില്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ ഇതിനെല്ലാം കാരണം ഈ പറയുന്ന കമ്മ്യൂണൽ അവാർഡ് എന്നും ആ ഒരു
അംഗീകാരം നമുക്ക് നഷ്ടമായതല്ലേ? അല്ലെങ്കിൽ ആ ഒരു ഗാന്ധിയുടെ കടുംവാശി കൊണ്ട് ഇവിടുത്തെ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നഷ്ടമായത് എല്ലാമല്ല. അവർ ഇന്നും ഈ പറയുന്ന പോലെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാതെ ഓടുന്നു. ഇവരെല്ലാം എടുത്തു കൊടുക്കുന്ന ചെണ്ടയായി മാറുന്നത് കമ്മ്യൂണൽ അവാർഡ് നഷ്ടമായത് കൊണ്ടല്ലേ, നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കമ്മ്യൂണൽ അവാർഡ് എന്താണ് എന്ന് പോലും ഈ രാജ്യത്തെ വിദ്യാസമ്പന്നരാണെന്ന് പറയുന്ന ആളുകൾക്ക് പോലും അറിയാതിരിക്കുകയോ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയോ ചെയ്യുമ്പോൾ എന്താണ് കമ്മ്യൂണൽ അവാർഡ്? ഈ കേവലം ഈ സംവരണത്തിന്റെ മുകളിൽ കോടതിയും പാർലമെന്ററിയും അട്ടിമറി നടത്തുമ്പോൾ ആ കമ്മ്യൂണൽ അവാർഡോളം വരുന്നുണ്ടോ ഈ പറയുന്ന ഈ SC/ST സംവരണം എന്ന് പറയുന്ന കാര്യം? അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കമ്മ്യൂണൽ അവാർഡ്? ആ കമ്മ്യൂണൽ അവാർഡും SC/ST സംവരണവും എന്താണെന്ന് അങ്ങ് ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു ഈ കമ്മ്യൂണൽ അവാർഡ് വരാനുണ്ടായ സാഹചര്യം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അങ്ങയിൽ നിന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് അങ്ങയിൽ നിന്ന് അങ്ങ് അതൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നമസ്കാരം. അതായത് ആദ്യം തന്നെ ഈ റിസർവേഷൻ എന്തിനെ, അല്ലെങ്കിൽ റിസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ മറ്റൊരു അപരനാമമാണ് കമ്മ്യൂണൽ അവാർഡെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു, കേശവൻ സേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. അതിലെ റിസർവേഷൻ എന്തിനു വേണ്ടി, അതായത് SC ആരാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. പട്ടികജാതിക്കാര് എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ ഭാഗമാണ്. പൊതുസമൂഹത്തിനെ നിലനിർത്തുന്നവർ, പൊതുസമൂഹത്തെ തീറ്റിപ്പോറ്റുന്നവർ, പൊതുസമൂഹത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് സഹായകമായി നിന്ന് അവരില്ല എങ്കിൽ ഈ ചുക്കിയേരാതെ കഷായം എന്ന് പറഞ്ഞ പോലെ പൊതുസമൂഹത്തിനെ പ്രാണവായു പോലെ അവർക്ക് ഭക്ഷണം പ്രദാനം ചെയ്യുന്നതും അവർക്ക് സേവനം പ്രദാനം ചെയ്യുന്നതും അവരുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും തുറകളിലും ഇവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് മറ്റു പൊതുസമൂഹം മുഴുവൻ, അതായത് പട്ടികജാതി പട്ടികവർഗക്കാരല്ലാതുള്ളവരുടെ മുഴുവൻ ജീവിതം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ പട്ടികജാതിക്കാരെന്ന് പറയുന്ന ജനങ്ങളിലാണ്. അപ്പോൾ പൊതുസമൂഹത്തിന് നിന്നും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതും പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ളതും എന്നാൽ പൊതുസമൂഹത്തിൽ ഉച്ചനീചത്വങ്ങൾക്ക് വിധേയമാകുന്നവരും തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ വഴി നടക്കാൻ പാടില്ലാത്തവര് ദൃഷ്ടിപ്പെടാൻ പാടില്ലാത്തവര് എന്നൊക്കെ ഇവരെ കൊണ്ട് ജീവിക്കുകയും എന്നിട്ട് ഇവരെ ഇങ്ങനെ അസ്പശ്യരായിട്ട് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുകയും വിവേചനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്ന ആ വിഭാഗത്തെ എല്ലാവരെയും, അത് പല നാനാവിധത്തിലുള്ള, നാനാവെന്നല്ല നൂറുകണക്കിന് ജാതിയിൽപ്പെട്ട ജനവിഭാഗങ്ങളാണ്, അവരെ എല്ലാവരെയും കൂടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അതാണ് പട്ടികജാതി. പട്ടികവർഗം എന്ന് പറയുന്ന പൊതുസമൂഹത്തിൽ ആയിട്ട് യാതൊരുവിധ രീതിയിലും ഇടകലരാതെ വേറിട്ട് സ്വന്തമായിട്ടുള്ള ഒരു ജീവിത രീതിയും ശൈലിയും സംസ്കാരത്തോടും കൂടി പൊതുസമൂഹമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ജീവിച്ചിരുന്ന വിഭാഗം ആൾക്കാര്, അവരാണ് പട്ടികവർഗം. ഈ പട്ടികവർഗവും പട്ടികജാതിയും എന്ന് പറഞ്ഞിരിക്കുന്ന ജനവിഭാഗമാണ് ഈ ഭൂമിയിലെ ആദിമരായിട്ടുള്ള മനുഷ്യരും യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ അവകാശികളും എന്നുള്ള തിരിച്ചറിവുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷുകാർ വരെ അവരെ മുഖ്യധാരയിലേക്ക്, പൊതുസമൂഹത്തിൽ അവർക്കും സ്ഥാനം ഉണ്ടാകണം, ഈ രാജ്യത്തിന്റെ ഭരണത്തിലെ പങ്കാളിത്തം അവർക്ക് ഉറപ്പുവരുത്തണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം, അതായത് അത് മഹാനായ ഭീമറാവു അംബേദ്കറുടെ ആണ് ആ ആഗ്രഹം. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച്, അല്ലാതെ അദ്ദേഹത്തിന്റെ ആവശ്യം അനുസരിച്ചാണ് 1925 ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ജനങ്ങളെല്ലാം എവിടെയൊക്കെ താമസിക്കുന്നു, അവരഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ എന്താണ്, അവർക്ക് സമൂഹത്തിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും എല്ലാം എത്രമാത്രമാണ്, അത് ഏതൊക്കെ ഏരിയയിലാണ്, ഏതെല്ലാം ഭാഗങ്ങളിലാണ്, അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവരാരൊക്കെയാണെന്നുള്ളത് ഇനം തിരിച്ച് അവരുടെ ജാതി എടുക്കുന്നതിനും അവരെത്ര ആൾക്കാർ എവിടെയൊക്കെ ഉണ്ടെന്നും അവരിപ്പോ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എന്തുണ്ടാക്കണമെന്നും, അത് ഓരോ മേഖലകളിലും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണ്. ആ വ്യത്യസ്തമായ പ്രശ്നങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലും എന്തൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെ ഉള്ള അതിനെപ്പറ്റി ഒരു പഠനം നടത്തുന്നതിന് വേണ്ടിയാണ് സർ സൈമൺ എന്ന് പറയുന്ന സാഹിബിനെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു കമ്മീഷനെ നിയമിച്ചത്. അദ്ദേഹത്തിന്റെ കൂടുതൽ 5 അംഗം ഉള്ള ഒരു കമ്മീഷനായിരുന്നു. ആ കമ്മീഷന് 5 വർഷമാണ് കാലാവധി കൊടുത്തത്. 2025 സൈമൺ കമ്മീഷനെ നിയമിച്ചു. 2030 അവര് റിപ്പോർട്ട് കൊടുക്കണമെന്നായിരുന്നു. പക്ഷേ 2030 അവർക്ക് ഇന്ത്യ മഹാരാജ്യത്തിന്റെ
അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ കോണുകളിലും സഞ്ചരിച്ച് ഈ ജനവിഭാഗത്തെ പറ്റി പഠനം പൂർത്തിയാക്കാൻ സാധിക്കായിരുന്നതുകൊണ്ട് അത് 25 കഴിഞ്ഞ് 30 കൊടുക്കേണ്ടത് 32 വരെ നീണ്ടുപോയി. അവധിക്ക് അപേക്ഷ കൊടുത്ത് അങ്ങനെ 32 വരെ നീണ്ടുപോയി. ഈ 32 വരെ നീണ്ടുപോയി. ആ പഠനം നടത്തി, വളരെ ബൃഹത്തായിട്ടുള്ള പഠനം നടത്തിയിട്ട് ഇതിന് പരിഹാര മാർഗങ്ങൾ. അപ്പോൾ മുഖ്യമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് സാമ്പത്തികമല്ല, സാമൂഹിക അസന്തുലിതാവസ്ഥ. ആ സാമൂഹിക അസന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് മുഖ്യധാരയിലേക്ക് ഈ വിഭാഗത്തിലുള്ളവരെ കൂടെ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ അവർക്ക് ഈ രാജ്യത്തിന്റെ ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാകുന്നതിനും ഈ രാജ്യത്തെ ഈ ബ്യൂറോക്രസി എന്ന് പറയുന്ന ഭരണ സംവിധാനത്തിൽ അവരുടെ പങ്കാളിത്തവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് റിസർവേഷൻ, ഈ ജോലിയിലൊക്കെ റിസർവേഷൻ കൂടെ വെച്ചത്. ഈ മാതിരി കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് സൈമൺ കമ്മീഷൻ അതിന്റെ റെമഡീസ്, കാരണങ്ങൾ എന്താണെന്നെല്ലാം കണ്ടുപിടിച്ചു, എന്തൊക്കെയാ പ്രശ്നങ്ങളെന്ന് കണ്ടുപിടിച്ചു, ഏത് വിഭാഗം ജനങ്ങളാണെന്നുള്ളത് കണ്ടുപിടിച്ചു, ഇവരെ ഈ രീതിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ എന്നുള്ളതിന് സൈമൺ കമ്മീഷൻ കൊടുത്ത ഹെഡിങ് ആണ് കമ്മ്യൂണൽ അവാർഡ്. ആ കമ്മ്യൂണൽ അവാർഡാണ് പൂന പാക്ട് എന്നൊക്കെ പറഞ്ഞ് അത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നമ്മുടെ വിഭാഗത്തിലുള്ള ജനങ്ങൾ വരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പൂന പാക്ട് എന്ന് പറയുന്ന സംഭവം അംബേദ്കറും ഗാന്ധിയും തമ്മിൽ ഉണ്ടാക്കിയതാണെന്നുള്ള ഒരു വെട്ടിത്തരും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് പല ആൾക്കാരും. പൂന പാക്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് 32 അവസാനം സെപ്റ്റംബർ 24 തീയതിയാണ് 32 സെപ്റ്റംബർ 24 തീയതിയാണ് പൂന പാക്ട് ഉണ്ടാക്കുന്ന ഇവിടത്തെ സവർണ ഹിന്ദു മേധാവികളും അവരുടെ പ്രതിനിധികളായിട്ടുള്ള ആൾക്കാരും, അതൊരു ഒരു ഹിന്ദു ഐക്യവേദി, ആ ഹിന്ദു ഐക്യവേദിയും തമിഴ്നാട്ടിലെയും മഹാരാഷ്ട്രയിലെയും ഉള്ള അംബേദ്കറിനോട് വിരോധമായിട്ട് വിഘടിച്ച് നിന്നിരുന്ന കുറെ ഈ അധസ്ഥിത വർഗത്തിലുള്ള പിന്നോക്ക വർഗത്തിലുള്ള നേതാക്കളും കൂടെ അവരുടെ ഒരു സംഘടന എന്ന് പറയാൻ പറ്റിയല്ല, അവരുടെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയും ഹിന്ദു ഐക്യവേദി സവർണ ഹിന്ദുക്കളുടെ ആ കൂട്ടായ്മയും ഇവര് തമ്മിൽ എഴുതിയുണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ആണ്, ഒരു കരാർ ഉടമ്പടിയാണ് ഈ പൂന പാക്ട്. അല്ലാതെ ഇത് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. ഈ പൂന പാക്ട് ഇവരെഴുതി ഒപ്പിട്ട് ബ്രിട്ടനിലേക്ക് അയച്ചു കൊടുത്ത് അവിടുത്തെ പ്രധാനമന്ത്രിക്ക് കിട്ടിയതിന് ശേഷമാണ് ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്. സെപ്റ്റംബർ 24 അയച്ചു കൊടുത്തിട്ടാണ് ഓഗസ്റ്റ് 15 ഇവിടെ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്, അവരവിടെ പാർലമെന്റ് കൂടി തീരുമാനിച്ചിട്ട്. ഇതാണ് കമ്മ്യൂണൽ അവാർഡ്. ആ കമ്മ്യൂണൽ അവാർഡില് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഭരണത്തിൽ എങ്ങനെ പ്രാതിനിധ്യം നൽകണം, തൊഴിലിൽ എങ്ങനെ പ്രാതിനിധ്യം നൽകണം, സമൂഹത്തില് ജീവിതത്തിൽ അവർക്ക് എങ്ങനെ പ്രാതിനിധ്യം നൽകണം എന്നൊക്കെയുള്ള ആ ഇക്വാലിറ്റി എന്നുള്ള എല്ലാവർക്കും തുല്യത നൽകത്തക്ക രീതിയിൽ ആരും ആരേക്കാൾ മോശക്കാരല്ല, ആരും ആരേക്കാൾ വലിയവനുമല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വരുത്തുന്നതിന് വേണ്ടിയാണ് കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവന്നത്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഈ ചെറിയ ഏട് മാത്രമാണ് കമ്മ്യൂണൽ അവാർഡ്, പരിഹാര മാർഗങ്ങൾ എന്ന് നമ്മൾ പറയുന്ന പോലെ. അങ്ങനെ കൊണ്ടുവന്ന ആ കമ്മീഷൻ റിപ്പോർട്ടില് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കുമാണ് ഗാന്ധി ഉടനെ ജയിലിൽ കിടക്കുന്ന ഇത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന അയാൾ ഉടനെ അവിടെ ഇതിനെതിരെ ഇത് നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സത്യാഗ്രഹം നിരാഹാരം കിടന്നു. ആ നിരാഹാരം കിടന്നു കഴിഞ്ഞപ്പോഴേക്കും വിവിധ ഹിന്ദു ഐക്യവേദിയിലെ ആൾക്കാരും ഇവിടെയുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ളവരും അംബേദ്കറിനോട് വിഘടിച്ച് നിൽക്കുന്നതായ അധസ്ഥിത വർഗത്തിലുള്ള നേതാക്കളും എല്ലാം വളരെ സമ്മർദ്ദം അംബേദ്കറിലേക്ക് പ്രയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പൂന ജയിലിൽ പോയി ഗാന്ധിയെ സന്ദർശിക്കുകയും ഗാന്ധിയുമായി സംസാരിച്ചു എന്നുള്ള സത്യം. പക്ഷെ അവര് തമ്മിൽ യാതൊരുവിധ എഗ്രിമെന്റും വെച്ചിട്ടില്ല, വാക്കാൽ പോലും ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടില്ല. ഒറ്റ കാര്യമാണ് അദ്ദേഹം തലകുലുക്കി തലയൊന്ന് അനക്കി കൊടുത്തു എന്ന് മാത്രം പറയാവുന്നത്. നമുക്ക് ഭരണത്തിലെ പങ്കാളിത്തത്തില് പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കുള്ള സീറ്റുകളില് ദ്വയാംഗമാണ് കമ്മ്യൂണൽ അവാർഡിൽ സൈമൺ കമ്മീഷൻ പറഞ്ഞിരുന്നത്. അതായത്
അധസ്ഥിത വർഗത്തിലുള്ള ഒരാളും സവർണവർഗത്തിലുള്ള ഒരാളും മത്സരിക്കും. അങ്ങനെയുള്ള റിസർവേഷൻ സീറ്റുകളിൽ 2 സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. അതില് നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് മാത്രമേ വോട്ട് ചെയ്യാവൂ, മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാനും പാടില്ല. കാരണം എന്താ വെച്ചാൽ അവര് നമുക്ക് ചെയ്യാനേ പാടില്ല. അവര് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കൂടുതൽ വോട്ട് കൊണ്ട് ഇവരുടെ ബിനാമികൾ കയറിപ്പോവും. അതുകൊണ്ടും ഇങ്ങനെയുള്ള ആ ദ്വയാംഗ മണ്ഡലം എന്തിനാണെന്ന് ചോദിച്ചാൽ, ദ്വയാംഗ സ്ഥാനാർത്ഥികൾ ഒരു മണ്ഡലത്തിൽ 2 സ്ഥാനാർത്ഥികളെ പട്ടികജാതിക്കാരൻ അന്ന് പറയാൻ പറ്റിയല്ല, അധസ്ഥിത വർഗത്തിനുള്ളവനെ ഒരാളെയും അല്ലാതുള്ള ജനറൽ ആയിട്ടുള്ള ഒരാളെ നിർത്തുന്നതിന് അവർക്ക് മത്സരിക്കാനുള്ള എന്താ ഒരു അവകാശം, ആ അവകാശം സൃഷ്ടിച്ചു കൊടുത്തുണ്ടായിരുന്നു കമ്മ്യൂണൽ ലവാഡ്. അതിന് ഇയാൾ തുരങ്കം വെച്ചു. അത് പറ്റത്തില്ല, ഒരു മണ്ഡലത്തിൽ ഒരാൾ മാത്രമേ ആകാവുള്ളൂ. അത് റിസർവേഷൻ എന്ന് പറയുന്നിടത്ത് ഈ അധസ്ഥിതൻ മാത്രം മതി, അവിടെ സവർണൻ വേണ്ട എന്നാണ് അയാൾ പറഞ്ഞത്. അത് അവസാനം മനസ്സില്ലാ മനസ്സോടുകൂടി അംബേദ്കർ സമ്മതിച്ചു എന്നുള്ളതല്ലാതെ പൂന പാക്ട് എന്ന് പറയുന്ന പാക്ടിലെ യാതൊരു കാരണവശാലും അംബേദ്കർ അതിൽ പങ്കെടുത്തിട്ടില്ല, അതിൽ ഒപ്പുവെച്ചിട്ടില്ല, അതിൽ ചർച്ചയിലും പങ്കെടുത്തിട്ടില്ല, അത് തയ്യാറാക്കുന്നതിലൊന്നും അദ്ദേഹം പരിസരത്ത് പോലും ഇല്ല. പലരും ഇങ്ങനെ നമ്മുടെ ഇപ്പോഴുള്ള നേതാക്കന്മാർ വരെ കൊട്ടിഘോഷിക്കുന്ന പലരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, അംബേദ്കറും ഗാന്ധിയും കൂടെ പൂന പാക്ട് ഉണ്ടാക്കിയത്. അവരൊന്നും അല്ല. ഇങ്ങനെ ഈ സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മനസ്സില്ലാ മനസ്സോടുകൂടി ഒരു അനുവാദം അംബേദ്കർ കൊടുത്തതിന് ശേഷമാണ് ഈ ഐക്യവേദിക്കാരും ഈ ഇവന്മാരും ഒപ്പിട്ടിട്ട് സെപ്റ്റംബർ 24 ഇത് അയച്ചു കൊടുക്കുന്നതും ഓഗസ്റ്റ് 15 പിന്നെ സ്വാതന്ത്ര്യമായത്. പക്ഷേ അന്നും ഈ സ്വാതന്ത്ര്യം ആകുന്നതിന് മുൻപ് 32 തന്നെ ഈ സംഭവം ഇവിടെ ഇന്ത്യ ഗവൺമെന്റ്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ് കമ്മ്യൂണൽ അവാർഡ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു, ഇവിടെ പാസ്സാക്കി, നടപ്പിലാക്കി. ആ നടപ്പിലാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ അംബേദ്കറിനെ ഒതുക്കുന്നതിന് വേണ്ടി ചില നടപടികളുണ്ടായി. എന്തിനാണ്? അംബേദ്കറിനെ ഇതിലെ നിയമമന്ത്രിയായിട്ട്, ഈ ആദ്യത്തെ ക്യാബിനറ്റിലെ നിയമമന്ത്രിയായിട്ട് പോസ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ പൂച്ചുവലം കിട്ട് വായും മൂടിക്കെട്ടി ഇരുത്തുക എന്നുള്ള. അദ്ദേഹം ശരിക്കും ഇവിടുത്തെ വിദേശകാര്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒക്കെ ആകേണ്ട മനുഷ്യനാണ്. അദ്ദേഹത്തെ എന്ത് ചെയ്തു? നിയമമന്ത്രിക്ക് എവിടെ എന്താ റോൾ ഇരിക്കുന്നത്? ഒരു റോളും ഇല്ല. നിയമമന്ത്രിയായിട്ട് ഒതുക്കിയിരുത്തി. അങ്ങനെ നിയമമന്ത്രിയായിട്ട് ഒതുക്കിയിരുത്തിയിരുന്ന കാലത്ത് അദ്ദേഹം പല പല കാര്യങ്ങൾ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന നെഹ്റുവിനോട് ആവശ്യപ്പെട്ടു. ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന സമയങ്ങളിൽ ഇന്ന പോലെയൊക്കെ ചെയ്യണമെന്ന്. അത് അദ്ദേഹം അതിനുശേഷം 47-48 അദ്ദേഹം രാജി സമർപ്പിച്ചു. രാജി സമർപ്പിച്ച് പോകുമ്പോഴേക്കും വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രസിദ്ധമല്ല, പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള ഒരു നോട്ടെന്ന് പറയുന്നത് 137 മറ്റേ പേജുള്ള ഒരു നോട്ടാണ് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത്. അക്കവിട്ട് പറഞ്ഞിരിക്കുകയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നെഹ്റു പ്രധാനമന്ത്രിയോട് അംബേദ്കർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ചെയ്യാതെ അംബേദ്കറിനെ അവഗണിച്ച് അംബേദ്കറിനെ ഒതുക്കിക്കൂട്ടി. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഞാൻ ഇരിക്കേണ്ട ആവശ്യമില്ല, എനിക്കിങ്ങനെ വെറുതെ റബ്ബർ സ്റ്റാമ്പായിട്ട് കൈയും കാലും വായും എല്ലാം മൂടിക്കെട്ടി അങ്ങനെ എന്നെ ഇരുത്തിയിരിക്കുന്നത്, എനിക്ക് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഈ പദവി വേണ്ട എന്ന് പറഞ്ഞാണ് അദ്ദേഹം അക്കമിട്ടാണ്. അതാണ് 100-ലധികം പേജുകളിലാണ് അദ്ദേഹം ആ നോട്ട് എഴുതിയിരിക്കുന്നത്. എന്ത് കാരണം കൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നു എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ അറിയണമെന്നുള്ള ആഗ്രഹത്താലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ട് ആ നോട്ട് എഴുതി പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് രാജിവെച്ചത്. അങ്ങനെ രാജിവെച്ചു. അപ്പോൾ ആദ്യകാലം മുതലേ നമുക്ക് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുക. ഇത് ഇനി എന്ത് ചെയ്തു? ഈ കമ്മ്യൂണൽ അവാർഡ് ഇന്ത്യ ഗവൺമെന്റ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ നടപ്പാക്കിയതിന് ശേഷം അടുത്ത് നടന്ന 2 ഇലക്ഷനുകളിൽ ഇത് ദ്വയാംഗ മണ്ഡലത്തിൽ ഇവിടെ മത്സരിച്ചു. എന്നാലോ ഇതിനിടയ്ക്ക് ഒരു ഭയങ്കര കൃത്രിമം നടത്തിയെന്ന് പറയുന്നത് 1950-ലും 57-ലും 62-ലും 64-ലും ഇലക്ഷനിൽ ദ്വയാംഗ മണ്ഡലം ഉണ്ടായി. പക്ഷെ അതിനുശേഷം 64-ല് ഈ 50-ല് 48-ല് അംബേദ്കർ രാജിവെച്ചു. 1950-ല് ഇവരൊരു നിയമം കൊണ്ടുവന്നു.
ആ നിയമത്തില് അതിലെ ആ നിയമത്തിന്റെ പേരെന്താണ്? പ്രാതിനിധ്യ നിയമം അല്ലേ? ആ പ്രാതിനിധ്യ നിയമം കൊണ്ടുവന്നതില് പറഞ്ഞിരിക്കുന്നത് ദ്വയാംഗം വേണ്ട, ഏകാംഗ മണ്ഡലം വേണം. പക്ഷെ എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തില്ല. 1950 ഇത് പാർലമെന്റ് പാസ്സാക്കിയ നിയമം. എന്നിട്ട് എന്ത് ചെയ്ത്? മടക്കി കെട്ടി മാറ്റി വെച്ചത്. ഇത് പാസ്സാക്കിയില്ല. അതുകൊണ്ടാണ് 57-ലും പിന്നെയും ദ്വയാംഗ മണ്ഡലത്തിൽ മത്സരിച്ച് യാത്ര മാസ്റ്റർക്ക് തൃശ്ശൂരിൽ നിന്നൊക്കെ മത്സരിക്കുകയും EMS കാസർഗോഡ് നിന്നൊക്കെ മത്സരിച്ചതിന്റെ കാരണം അതാണ്. അങ്ങനെ ദ്വയാംഗ മണ്ഡലം ഇത് ജനങ്ങളാരും അറിഞ്ഞില്ല. അത് 50-ല് പാസ്സാക്കിയെങ്കിലും മടക്കി കെട്ടി മാറ്റി വെച്ചത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അംബേദ്കർ ഒക്കെ രാജിവെച്ച് പോയതിനു ശേഷം 54-ൽ ഈ സാധനം പാർലമെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്യും. അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എടുത്തു. അപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്. അപ്പൊ ഇതിനു മുമ്പ് 2 ഇലക്ഷൻ നടന്നതിലൊക്കെ ഇത് പിന്നെ എങ്ങനെ ദ്വയാംഗം നടത്തി? അതൊക്കെ വിസ്മരിപ്പിച്ച് അങ്ങോട്ട് കളഞ്ഞു. വേറെ പ്രശ്നങ്ങൾ എടുത്തിട്ട് അങ്ങ് കളഞ്ഞു. ഇതാണ് നമ്മുടെ ഭരണത്തിൽ നമ്മുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള അട്ടിമറി ആദ്യം നടത്തിയത്. ഈ ആക്ട് കൊണ്ടുവന്നതും ഇതെല്ലാം ഈ അട്ടിമറിയുടെ ഭാഗങ്ങളാണ്. അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന ഇപ്പോഴും നമ്മൾ എത്തി നിൽക്കുന്ന ഭാഗം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? സംവരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിലെ തുല്യത ഉറപ്പാക്കുക, കഷ്ടതകളും യാതനകളും അസ്പർശ്യതയും അവഗണനയും സാമൂഹ്യമായിട്ടുള്ള പിന്നോക്ക അവസ്ഥയെല്ലാം മാറി ഈ വിഭാഗത്തെ പൊതുസമൂഹത്തിന് തുല്യരാക്കുന്നതിനും രാജ്യത്തിന്റെ ഭരണത്തിലെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് റിസർവേഷൻ എന്ന് പറയുന്ന ഈ സംഭവം കൊണ്ടുവന്നത് തന്നെ. അതിന്റെ ഉദ്ദേശ ലക്ഷ്യം അതാണ്. ആ റിസർവേഷൻ ഇതിന്റെ വേറൊരു കാര്യം കൂടെ എനിക്ക് ഇതിനിടയ്ക്ക് ആർട്ടിക്കിൾ മഹാനായ അംബേദ്കർ എഴുതി ചേർത്തിരിക്കുന്നത് ആർട്ടിക്കിൾ 13-ന്റെ സബ് 4-ല് പറഞ്ഞിരിക്കുന്നത്, ഇവരെയൊക്കെ എല്ലാവരും കുട്ടിക്കേഷിക്കുന്ന ഇവിടുത്തെ ഭയങ്കര നിയമവിദഗ്ധന്മാരെന്ന് പറയുന്നു, നമ്മുടെ അധസ്ഥിത വർഗത്തിന്റെ വിവിധ സംഘടനകളുടെ നേതാക്കന്മാരെന്ന് പറയുന്നവരെല്ലാം ഇങ്ങനെ കുട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്ന വലിയൊരു വിഡ്ഢിത്തരം. അത് കമ്മ്യൂണൽ അവാർഡ് പൂന പാക്റ്റോട് കൂടി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ തീർന്നു എന്ന് പറഞ്ഞതിന്റെ അത് തീരുന്നില്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ആർട്ടിക്കിൾ 13(4) പറഞ്ഞത്. 13(4) പറയുന്നത് ഏതെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നാട്ടുനടപ്പുകളോ ഒക്കെ ഏതെങ്കിലും പ്രദേശത്തുണ്ടായിരുന്നുവെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളോ കാരണങ്ങളോ കൊണ്ട് അതിപ്പോൾ തുടരുന്നില്ല എങ്കിൽ പോലും, അവിടെ ക്ലോസ് ആണ്, എങ്കിൽ പോലും സർക്കാരോ അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന അധികാരിയോ അത് നിയമം മൂലം നിർത്തലാക്കിയിട്ടില്ല എങ്കിൽ ആ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നാട്ടുനടപ്പുകളോ കീഴ്വഴക്കങ്ങളോ ഇപ്പോഴും നിലനിൽക്കുന്നതായി തന്നെ പരിഗണിക്കണം. അതാണ് ആർട്ടിക്കിൾ 13(4) പറയുന്നത്. ഈ 13(4) അനുസരിച്ച് 32-ല് ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ അവരിവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത് ഇപ്പോഴും നിലനിൽക്കുക. ഭരണഘടനയുടെ 13(4) അനുസരിച്ച് അത് ആർക്കും കളയാൻ പറ്റിയിട്ടില്ല. കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് അന്നത് കളയേണ്ടത്, അവർ കളഞ്ഞില്ല. പിന്നെയോ അടുത്ത് വന്ന ഇന്ത്യ ഗവൺമെന്റ് സ്വതന്ത്ര ഇന്ത്യയുടെ ഗവൺമെന്റ് ഇന്നവരെ ആരും കളഞ്ഞിട്ടില്ല. ആരും ആ ഒരു സർക്കാർ ഉത്തരവോടുകൂടി കളയാത്തിടത്തോളം കാലം 13(4) അനുസരിച്ച് കമ്മ്യൂണൽ അവാർഡ് തന്നെയാണ്. ആ കമ്മ്യൂണൽ അവാർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അക്കവിട്ട് വള്ളി പുള്ളി തെറ്റാതെ പിന്നെ റിസർവേഷൻ എന്നും പറഞ്ഞ് ഈ 341, 342, 360, 335-ലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിവരിച്ചു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ കമ്മ്യൂണൽ അവാർഡ് പോയെന്ന് പറഞ്ഞാലും അതിനെപ്പറ്റി കൂടുതൽ വേവലാതിപ്പെടണ്ട. പക്ഷെ എന്നാലും കള്ളം പറഞ്ഞ് പ്രചരണം നടത്തുന്നത് തെറ്റാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കമ്മ്യൂണൽ അവാർഡ് പോയെന്ന് പറഞ്ഞാലും ശരി, നമ്മൾ പൊക്കോട്ടെ. നമ്മുടെ പിതാമഹനായിട്ടുള്ള, നമ്മുടെ ആചാര്യനായിട്ടുള്ള, നമ്മുടെ മഹാനായിട്ടുള്ള അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയിൽ ഇതെല്ലാം വിവരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന് ദുഃഖമില്ല. പക്ഷേ ഈ വലിയ പച്ചക്കള്ളത്തെ നമ്മുടെ ആൾക്കാരും കൂടെ ഇത് ഭയങ്കര പ്രചരണം നടത്തുന്നതിനോട് ആണ് എനിക്ക് സങ്കടം. അതെ, അപ്പൊ ഈ 13 ഇതുകൊണ്ടാണ്, ഇതിന്റെ പിൻബലത്തിലാണ് തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട്, കാളയെ കൊണ്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ,
ജല്ലിക്കെട്ട്, കാളയായിട്ട് മനുഷ്യൻ കുത്തിപ്പിടിക്കുന്ന കാള കുത്തി എറിയുന്ന പരിപാടി, ആ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന പരിപാടി പുനഃസ്ഥാപിക്കാനായിട്ടുള്ള കാരണം അത് എത്രയോ 10, 60, 80 വർഷത്തിന് ശേഷം പുനഃസ്ഥാപിച്ചു തമിഴ്നാട്ടില്. അതിന്റെ കാരണം ഈ ആർട്ടിക്കിൾ 13(4) അനുസരിച്ചാണ്. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് വീണ്ടും അത് പുനഃസ്ഥാപിച്ചു. അപ്പം അതിനെ പറ്റിയൊന്നും കാട് കയറി പോകാനായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇപ്പം കേശവൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും നിയമിച്ചിരിക്കുന്ന അതിന്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ വിഭാവന ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങള് എവിടെയൊക്കെ ലംഘിക്കപ്പെടുന്നുണ്ട്, ആ ലംഘിക്കപ്പെടുന്നതിന് പുനഃസ്ഥാപിച്ച് അവർക്ക് സർവ്വസ്വാതന്ത്ര്യം, ആരുടെയൊക്കെയാണോ ലംഘിച്ചിരിക്കുന്നത് അവർക്ക് സർവ്വസ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുക. അത് ഈ മൗലിക അവകാശങ്ങൾ ലംഘിക്കാനായിട്ടുള്ള കാരണം ഉണ്ടാക്കിയിരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റിനെ തിരുത്തുക, വ്യക്തികളാണെങ്കിൽ വ്യക്തികളെ തിരുത്തുക, സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപനങ്ങളെ തിരുത്തുക. എന്നിട്ട് ഭരണഘടനയിൽ വിഭാവന ചെയ്തിരിക്കുന്നതായിട്ടുള്ള മൗലിക അവകാശങ്ങളെ പുനഃസ്ഥാപിച്ച് സംരക്ഷിച്ച് ഓരോ പൗരനും അവന്റെ വ്യക്തിപരമായ അന്തസ്സും ആഭിജാത്യവും അഭിമാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതിനുള്ള ഒരു അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ 2 കോടതി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് 6 റിട്ടുകൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ റിട്ടുകൾ ഈ കോടതികളിൽ മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ്. അപ്പൊ ഈ കോടതിക്ക് ഒരു ഈ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോടതിയില് ഒരു പെറ്റീഷൻ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ പെറ്റീഷന്റെ പുറമെ ഈ മാതിരി കാര്യങ്ങളിൽ കമന്റ് ചെയ്യാനോ ഈ മാതിരി കാര്യങ്ങളിലേക്ക് വിധി പുറപ്പെടുവിക്കാനോ അവർക്ക് അധികാരമില്ല. അവര് ചെയ്യാവുന്ന കാര്യം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നടപടിയാണോ ഇത് എന്ന് പരിശോധിച്ച് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനേ അവർക്ക് പറ്റുള്ളൂ. അല്ലാതെ ക്രീമി ലെയർ അധസ്ഥിതരായിട്ടുള്ള പട്ടികവർഗക്കാരുടെ അവരുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ അവരെ തട്ടുകളാക്കി തിരിക്കാനായിട്ടുള്ള അധികാരം ഈ 2 കോടതിക്കും എങ്ങും പറഞ്ഞിട്ടില്ല. അവരുടെ പണി അതല്ല. അവരോട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറഞ്ഞാൽ അവർ ആ ജോലി ചെയ്താൽ മതി. ആവശ്യമില്ലാത്തടത്ത് കയറി ജോലി ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഇപ്പൊ ഇവർ ചെയ്തിരിക്കുന്നത്. അങ്ങയിലേക്ക് ഇനി മടങ്ങി വരാം. എന്തായാലും നമുക്ക് ഈ വിഷയം പോസിറ്റീവാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അത് മുഴുമിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അടുത്തൊരു ചോദ്യം കേശവസ്വാമിയോട് ചോദിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഇപ്പോ കേശവസ്വാമി, നമ്മുടെ രാധാകൃഷ്ണസ്വാമി പറഞ്ഞത് തീർച്ചയായിട്ടും കമ്മ്യൂണൽ അവാർഡിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞു അവസാനം അങ്ങും അദ്ദേഹം അവസാനിപ്പിക്കുന്നത് കോടതിക്ക് എന്തായാലും ഭരണഘടനയെ സംരക്ഷിക്കുക, അതിന്റെ മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം തന്നെയാണ് കോടതിക്കുള്ളത്. അല്ലാണ്ട് ഒരു നിയമം കൊണ്ടുവരാനൊന്നും കോടതിക്ക് കഴിയില്ല. ഇതിനൊക്കെ പാർലമെന്ററി സംവിധാനം കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഭരണഘടന തന്നെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനൊരു കാര്യം വരുമ്പോൾ തന്നെ സമൂഹം, നമ്മളിപ്പോ ഈ ഭരണഘടന എന്നോ കോടതി വ്യവഹാരങ്ങളൊക്കെ പറയുമ്പോഴും സമൂഹം എന്ന് പറയുന്ന സത്യത്തിൽ ഇന്ത്യയിലെ 99% ആളുകൾക്ക് ഇന്ത്യയിലെ ഭരണഘടനയെ കുറിച്ചോ നിയമങ്ങളെ കുറിച്ചോ അറിയുക വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്, അറിയുണ്ടാവില്ല എന്ന് പറയാം. അപ്പൊ അത്തരം ആളുകളുടെ ഒരു ചിന്തയാണ് പലപ്പോഴും ഇപ്പൊ ഈ ക്രീമി ലെയർ സംഭവം പറയുന്ന നേരത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ എന്തായാലും ഉയർത്തിക്കൊണ്ടുവരാൻ ആണല്ലോ ഈ നിയമങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൽ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ തോടെ കിടക്കുന്ന ആളുകൾ ഉയരുന്നതല്ലേ ഈ പറയുന്ന സംവിധാനം? അത് കോടതി പറഞ്ഞാലും ആര് പറഞ്ഞാലും അംഗീകരിക്കപ്പെടേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് അംഗീകരിച്ചു കൊടുത്തൂടാ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഈ പറയുന്ന നമ്മുടെ സംവരണ വ്യവസ്ഥയിൽ EWS. അപ്പൊ ആ സാമ്പത്തിക സംവരണം പോരെ എന്ന് SC/ST വിഭാഗത്തിലെ ആളുകൾ പോലും ചോദിക്കുന്നു. അല്ലെങ്കിൽ ആ സംഘടന ചില ആളുകൾ പോലും ഇപ്പൊ അദ്ദേഹം നമ്മുടെ രാധാകൃഷ്ണസ്വാമി ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞ സത്യത്തിൽ അന്നത്തെ ഒരു സവർണ കാഴ്ചപ്പാടിനെ ആയിരിക്കും. പക്ഷെ ഇന്നിപ്പോ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘടനയാണ്. അതിനെയല്ല അദ്ദേഹം ഉദ്ദേശിച്ച് നമുക്കറിയാം. പ്രേക്ഷകരോടും പറയണത് ആ അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്. രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. അപ്പൊ ഇവിടെ ഈ സാമ്പത്തിക സംവരണ സംവിധാനം ഇടതുപക്ഷ സർക്കാരോ BJP-യോ കോൺഗ്രസ് ഒക്കെ ഈ പറഞ്ഞ സാമ്പത്തിക സംവരണത്തിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ്. അല്ലാണ്ട് നമ്മുടെ ഈ പങ്കാളിത്ത സംവിധാനത്തിന്റെ ഒപ്പം അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആളുകൾക്ക് പോലും ഈ സാമ്പത്തികമായി പുറകോട്ട്
നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വരുന്നതിനെതിരെയല്ലേ നമ്മൾ നിൽക്കുന്നത്? അപ്പോൾ സാമ്പത്തിക സംവരണം പോരെ? സാമ്പത്തിക സംവരണമല്ലേ ശരി? ജാതി സംവരണങ്ങൾ അതിതര സമുദായ സംവരണങ്ങൾ എടുത്തു കളയണ്ടേ എന്ന് തോന്നുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ആ ഒരു ജനതയുടെ മുന്നിൽ എന്താണ് അല്ലെങ്കിൽ ഈ EWS സംവരണം അല്ലെങ്കിൽ സാമ്പത്തിക സംവരണം, അതല്ലെങ്കിൽ എന്താണ് ജാതി സമുദായ സംവരണം? ഇത് നമ്മളുള്ള മാറ്റം വളരെ വ്യക്തമായി ചുരുങ്ങിയ വാക്കുകളിലൂടെ അങ്ങൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് എന്താണ് ജാതി സംവരണം, എന്താണ് സാമ്പത്തിക സംവരണം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ജാതി സംവരണം തന്നെ വേണമെന്ന് പറയുന്നതും ഈ ജാതി സെൻസസ് പോലും വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ അട്ടിമറിക്കാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ എന്താണ് അങ്ങ് കാണുന്നത്? എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? എങ്ങനെ അഭിപ്രായം? ഈ സമൂഹത്തില് ഉച്ചനീചത്വമാണ് മാറ്റേണ്ടത്. അത് മാറുന്നതിന് വേണ്ടിയാണ് സംവരണം കൊണ്ടുവന്നത്. പിന്നെ സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാഴ്ച, സാമ്പത്തികപരമായി ഇന്ത്യയിൽ എവിടെയും തന്നെ പട്ടികജാതി പട്ടികവർഗം എന്ന് പറഞ്ഞവർ ഉയർന്നിട്ടില്ല. അത് പറയുന്ന ഒരാളുടെ ഭൂപരിധിയാണെങ്കിൽ ഇത്ര 15 ഏക്കറാണ്. അതുപോലെ അവരുടെ സാമ്പത്തിക സ്ഥിതിയും പറയുന്നുണ്ട്. ഇവിടെ എത്തി ഒരൊറ്റ പട്ടികജാതിക്കാരനുമില്ല, ഒറ്റ പട്ടികവർഗക്കാരനും. മുമ്പുണ്ടായിരുന്നത് നമ്മുടെ ഒരു കോൺഗ്രസിന്റെ നേതാവ് ജയജീറമായിരുന്നു. അതൊഴിച്ചാൽ വേറെ ആർക്കും ഈ പറയുന്ന ഭൂസ്വത്തോ ധനപരമായ വ്യാപ്തിയോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ സാമ്പത്തിക സംവരണം നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇന്ന് കാണുന്ന അവര് സാമ്പത്തിക സംവരണം പറയുന്നു പറഞ്ഞാൽ 10 പേരുണ്ടെങ്കിൽ അതിൽ 9 പേരും അവരിൽ സവർണറിൽ സാമ്പത്തികമുള്ളവരാണ്. അതിൽ വളരെ 1% മറ്റേ സാമ്പത്തികം ഇല്ലാതെ ഉള്ളൂ. അവർക്ക് ചെയ്യേണ്ടത് എന്താ? ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങൾ പ്രകാരം കൂടുതൽ മുതലുകൾ, രാഷ്ട്രത്തിന്റെ മുതലുകൾ കൈവശം വെച്ചിരിക്കുന്നവരുടെ കയ്യിൽ നിന്നും കണ്ടുകെട്ടി സർക്കാർ അവർക്ക് കൊടുക്കണം. അതാണ് നിർദ്ദേശ തത്വത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സാമ്പത്തിക സംവരണം അല്ല വേണ്ടത്. വരവിൽ കവിഞ്ഞതോ അല്ലെ ഭൂസ്വത്ത് കൊണ്ട് ഉയർന്നതോ ആയി നിൽക്കുന്ന ആൾക്കാരിൽ നിന്നും അത് കണ്ടുകെട്ടി വിതരണം ചെയ്യണം. മറ്റുള്ള അത് ഇവരുടെ ആൾക്കാർക്ക് ചെയ്യട്ടെ, നമുക്ക് ചെയ്യണമെന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് സാമ്പത്തിക സംവരണത്തെ എതിർക്കുന്നത്. പിന്നെ ക്രിമീലിയർ എന്ന് പറയുന്നിടത്ത് സ്വാമി പറഞ്ഞതുപോലെ ഈ പട്ടികജാതിക്കാരിലും പട്ടികവർഗക്കാരിലും ഉയർന്നു വരുന്നവർക്ക് ക്രിമീലിയറായി മാറ്റുന്നതിൽ എന്താണ് കുഴപ്പം? അതിന് വളരെയധികം കുഴപ്പമുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ പട്ടികജാതിക്കാരോ പട്ടികവർഗക്കാരോ ഉയർന്നെന്ന് പറയുന്നുവെങ്കിൽ ഒരു വീട്, അങ്ങേയറ്റം പോയ കടം വാങ്ങിയ ഒരു കാറ്, ഇതാണ് ഇവന്റെ സ്റ്റാറ്റസ്. ഇത് കഴിഞ്ഞാൽ ഭൂമിപരമായിട്ടോ വ്യാപാരപരമായിട്ടോ ഒരു വ്യവസായശാലയില്ല, ഒരു നല്ല കടയില്ല. അതുപോലെ തന്നെ റോഡ് സൈഡിൽ എങ്ങും തന്നെ ഇവന് വരുമാനം വരുന്ന മറ്റ് സ്ഥാപനങ്ങളൊന്നും തന്നെ ഇല്ല. അവിടെയും മറ്റുള്ളവരുടെയൊക്കെ എത്രയോ പടികൾ താഴെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാർ നമ്മളിൽ പഠിക്കുന്നവരും ഉദ്യോഗമുള്ളവരെയാണ് ഇവർ കാണുന്നത്. ഇനി ഞാൻ ഒരു കാര്യം സങ്കടസമേതം പറയുകയാണ്. ഇങ്ങനെ പഠിച്ചെത്തിയത് തന്നെ അവർ ഉത്സാഹം കാണിച്ചവർ മാത്രമാണ്, അല്ലാതെ അവരുടെ പിതാക്കന്മാരുടെ സമ്പത്തിൽ നിന്നല്ല. സർക്കാർ തന്ന ഈ സംവരണത്തിന്റെ വ്യവസ്ഥയിൽ നിന്നും അവർ മനസ്സെടുത്ത് പഠിച്ചുകൊണ്ടിട്ട് ഉദ്യോഗമാണെങ്കിലും അങ്ങനെയൊക്കെ ഉയരാൻ സാധിച്ചത്. ഇനി ഇവരെ കൂടെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ, ഇവർക്കൊന്നും ഇല്ലാതായാൽ, രണ്ടാമത് നമ്മൾ പറയാൻ നമ്മുടെ ആൾക്കാർ പിമ്പിൽ നിൽക്കുന്നവർ സ്കൂളിലും പോകില്ല, പഠിക്കുകയുമില്ല. അങ്ങനെ വരുമ്പോൾ ഉദ്യോഗം കിട്ടില്ല, നമ്മൾ പഴയ സ്ഥിതിയിലേക്ക് മാറും. അപ്പൊ ഉയർന്നവനെ മാറ്റിയത് കൊണ്ട് പ്രയോജനമില്ല. ഈ നിൽക്കുന്നവന് ഇത് കൊടുക്കാതിരുന്നവന് കൊടുത്താലും നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ പെരപണിയാൻ ഒരു ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര കള്ളു കുടിച്ചിട്ട് ബാക്കി കൊണ്ട് പണിയാന്നാ ചിന്തിക്കുന്നത്. ഇത് നമ്മൾ പറയുന്നത് ശരിയല്ലെങ്കിലും അപ്പൊ നമ്മൾ മെച്ചപ്പെട്ടു വരുന്ന ആൾക്കാർ പിന്തള്ളപ്പെടാനുള്ള ബുദ്ധിയാണിത്, ക്രിമീലിയർ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഉയർന്നു പോയ ഒരു വണ്ടിയോ ഒരു ഭവനമോ ഉള്ള ആളെ ഒഴിവാക്കിയാൽ പിന്നെ പള്ളിക്കൂടത്തിൽ പോകാത്തവനും പഠിക്കാത്തവനും അക്രമത്തിന് നടക്കുന്നവനും തീവ്രവാദിയായിട്ട് നടക്കുന്നവനും ഒന്നും ആവില്ല. അപ്പൊ അങ്ങനെ ഈ പൊതു വ്യവസ്ഥിതിയിൽ നിന്നും നമ്മളെ മാറ്റി നിർത്താനുള്ള ബുദ്ധിയാണ് ഇവർ ഈ കാണിക്കുന്ന ക്രിമിലിയർ. ആയതുകൊണ്ട് ഉയർന്നു പോയവരെ മാറ്റി നിർത്തട്ടെ എന്ന് നമ്മുടെ ആൾക്കാർ ചിന്തിക്കുന്നുവെങ്കിൽ അവരെ നമ്മൾ വ്യക്തമായിട്ട് ബോധവൽക്കരിക്കണം. നിങ്ങൾക്ക് കഴിയാത്തതാണ് അവർ ചെയ്യുന്നത്. അവരുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ ഇതൊക്കെ പറയുന്നത് തന്നെ സമ്പത്തുള്ളവൻ പറയേണ്ട കാര്യങ്ങളാണ്.
ഇതെല്ലാം നമുക്ക് കിട്ടിയ സംവരണത്തിൽ നിന്ന് കിട്ടിയ അറിവ് കൊണ്ട് കൂട്ടി വായിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ സാധിച്ചത് കൊണ്ടാണ്. അപ്പൊ ഇതും ഇല്ലാത്തൊരു വ്യവസ്ഥിതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി വളരെ അധോഗതിയാണ്. ആയതുകൊണ്ട് നമ്മുടെ ആൾക്കാർ ആരെങ്കിലൊക്കെ മുന്നോട്ട് പോകുന്നത് അത് തടയണമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ വളരെ അബുദ്ധിയാണത് എന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം അങ്ങോട്ട് അങ്ങ് സംസാരിച്ച് ചോദിക്കട്ടെ. കാരണം ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ തന്നെ നടന്നൊരു പരിപാടിയിൽ ഒരു പട്ടികജാതി വിഭാഗത്തിലെ ഒരു വ്യക്തി തന്നെ, ഒരു നേതാവ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. മഹാനായ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്ര, ഈ സംവരണത്തിന്റെ രീതിയിൽ സംവരണം കൊണ്ട് ജീവിത നിലവാരം മെച്ചപ്പെടുന്ന ആളുകൾ അവരുടെ വരുമാനത്തിന്റെ ഒരു പങ്ക് സ്വന്തം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ളത്. ആ ഒരു വിധത്തിലേക്ക് നമ്മുടെ ആളുകൾ, ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞു, ഈ വിദ്യാഭ്യാസം നേടിയ സംവരണം കൊണ്ടായുള്ള ചില ആളുകളായിരിക്കാം, അത്തരം ആളുകൾ ഉയർന്നു വന്നിട്ടുണ്ടായിരിക്കാം, അവരെ മാറ്റിയാൽ പിന്നെ നമുക്ക് പിന്നെയും ആളുകൾ ഇല്ലാണ്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ താഴെത്തട്ടിൽ കിടക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും ഇതൊരു യാഥാർത്ഥ്യമാണ്. കുറെ ആളുകൾ ജോലി കിട്ടി. സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ പറയാറുണ്ട്, എന്താ വെച്ചാൽ ഞാനും എന്റെ ഭാര്യയെ തട്ടാനും കുറച്ച് കുട്ടികളെന്ന് മാത്രം ചിന്തിക്കുന്ന പട്ടികജാതി പട്ടികവർഗ ആളുകളുണ്ട്. നമ്മുടെ മന്ത്രിമാരാവട്ടെ ഉദ്യോഗസ്ഥന്മാരാവട്ടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം സമുദായത്തിനെ കുറിച്ചൊരു ചിന്തയുമില്ല. അവരാണ് നാട്ടിലെ പ്രമാണിമാർ. ഈ പ്രമാണിമാർക്കൊപ്പമാണ് നമ്മുടെ ആളുകൾ പലരുടെ സ്ഥാനം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ആളുകൾ ഈ ജീവിത നിലവാരം മെച്ചപ്പെട്ടു എന്ന് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ പോലും കരുതുന്ന ആളുകൾ ഈ അംബേദ്കർ പറഞ്ഞ ഈ സംവരണം കൊണ്ടാണ് തനിക്ക് നേട്ടം കിട്ടിയതെങ്കിൽ അവർ ഈ പറയുന്ന ജനവിഭാഗത്തിന്റെ ഒരു ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യുന്നു എങ്കിൽ ഈ പറയുന്ന സമുദായാംഗങ്ങൾ പോലും ഇവർക്ക് കൊടുക്കണ്ട എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഇവരും കൊടുക്കുന്നില്ല. ഇവർ സ്വന്തം കാര്യം നോക്കി പോകുന്നു. റിട്ടയർഡ് ആവുമ്പോഴോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അടിപറ്റുമ്പോൾ മാത്രം എന്റെ സമുദായം എനിക്ക് സംവരണം അല്ലെങ്കിൽ എന്റെ ആളുകൾക്ക് ഇത് പറയുകയല്ലാണ്ട് ഈ ഒരു വിഷയം സമൂഹത്തിൽ ഒത്തിരി ആളുകൾ നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്ക് തന്നെ ചോദിക്കണം. അപ്പൊ നിങ്ങളെ പോലെ പ്രായമുള്ള ആളുകളോട് തന്നെ ചോദിക്കണം, അനുഭവ സമ്പത്തുള്ള ആളോട് ചോദിക്കണം. ഈ ഒരു വ്യവസ്ഥ നമ്മുടെ ആളുകൾ സംവരണത്തിലൂടെ മുന്നേറിയിട്ട് അവരിപ്പോ ഈ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു വാർത്തയാണ്, OBC വിഭാഗത്തിലെ കുറെ ഡോക്ടേഴ്സ് കൂടിയിട്ട് അവര് പറയാണ്, ഞങ്ങൾക്ക് ഇനി സംവരണം വേണ്ട, ഇനി ഞങ്ങളിൽ തന്നെയുള്ള മറ്റുള്ളവർക്ക് അത് കൊടുക്കുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് അവർ പറയാണ്. കോടതിയല്ല പറയുന്നത്, അവർ പറയുന്ന ഒരു വാർത്ത വരികയുണ്ടായി മാധ്യമങ്ങളിലൂടെ. അതിന് നമ്മുടെ ആളുകൾ അത് പറയണ്ട, മറിച്ച് എനിക്ക് ഇത്ര ശമ്പളം ഉണ്ടെങ്കിൽ അതിന്റെ ഇത്ര 10% എങ്കിലും ഞാൻ എന്റെ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നീക്കി വെക്കാമെന്ന് പറഞ്ഞു പോരുന്ന ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ഇത് അംബേദ്കർ നേടിത്തന്ന ഈ പറയുന്ന കമ്മ്യൂണൽ അവാർഡോ സംവരണം എന്തുമാകട്ടെ അതിനോട് കാണിക്കുന്ന നെറുകേടല്ലേ എന്നൊരു ചോദ്യമാണ് നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. അങ്ങനെ മറുപടി അതെ സ്വാമി, ഞാനത് പറയുന്നത്, അത് സ്വാമി പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. അതൊന്നും അറിയാത്തത് കൊണ്ടല്ല. ഈ ഉദ്യോഗത്തിലുള്ള സംവരണം എന്ന് പറഞ്ഞാലും നമ്മുടെ അസംബ്ലിയിലേക്കോ പാർലമെന്റിലേക്കോ ഉള്ള സംവരണം എന്ന് പറഞ്ഞാലും അവിടെ ഭരണഘടന അനുശാസിക്കുന്നത്, ഇവൻ ഇപ്പോ ഒരു ഉദ്യോഗം കിട്ടിയാൽ പറയുന്നത് ഞാൻ പഠിച്ചു മുടുക്കനായതുകൊണ്ട് കിട്ടിയതാണെന്ന് പറയും. പക്ഷേ ഈ ഉദ്യോഗം അവന്റെ ജനതയെ സംരക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു റെപ്രസെന്റേഷനാണ്. അത് ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഈ റെപ്രസെന്റേഷൻ ഇവനെ ബോധമില്ലാത്തത് കൊണ്ട് ഇവന്റെ കഴിവാണെന്ന് ചിത്രീകരിച്ച് മാറുന്നതുകൊണ്ട് അത് പതനം നമുക്ക് തന്നെയാണ്. ഇവിടെ എല്ലാം ബുദ്ധിപരമായി മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മുമ്പ് പറഞ്ഞ പോലെ OBCക്ക് കൊടുക്കുന്നു പറഞ്ഞ OBCക്കാർ വളരെ ഉയർന്നു കഴിഞ്ഞു. അവന് ഫാക്ടറി ഉണ്ട്, വ്യവസായശാലകളുണ്ട്, അതുപോലെ അവന്റെ മറ്റു പല കാര്യങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, അങ്ങനെ എല്ലാം അവർക്കുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും ഇല്ല ഇത്. അതാ മറ്റൊരു കാര്യം. ഇവന്റെ ബോധമില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എങ്കിലും ഇവിടുത്തെ സർക്കാർ പലതും തീരുമാനിച്ചുറപ്പിച്ച് നമ്മളീ നടപ്പാക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു IRDPയുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്തിലെയോ ആനുകൂല്യങ്ങൾ വരുമ്പോ അവിടെ 2000 രൂപയിലോ 3000 രൂപയിലോ കൂടുതലുള്ള ആൾക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നില്ല, കൊടുക്കില്ല. അവിടെ സാമ്പത്തികം വരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യത്തിന് വേണ്ടി ഒരു ലോൺ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ആനുകൂല്യത്തിന് വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ അവകാശത്തിന് വേണ്ടി പോകുമ്പോൾ അവിടെയും സാമ്പത്തിക രീതി അവർ ബോധിപ്പിക്കുന്നുണ്ട്. ആ സാമ്പത്തിക രീതി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ സ്വാമി പറഞ്ഞ നമുക്ക് കിട്ടാത്തത് ഇല്ലാതാകുന്നുണ്ട്, നമുക്ക് കിട്ടേണ്ടത് ഇല്ലാതാകുന്നുണ്ട്. ഇപ്പോ 10000 രൂപയാണ് മറ്റുള്ളവരുടെ ഈ സാമ്പത്തിക സംവരണം വന്നപ്പോൾ അവരുടെ മാനദണ്ഡം വെച്ചിരിക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലും 10000 രൂപയുടെ പുറത്ത് അനുവദിക്കുന്നുണ്ടോ? സംവരണത്തിന്റെ ആ അവകാശം അനുവദിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഇവർ പറയുന്നത് നമുക്ക് 2000 3000 രൂപയാണ് നമ്മുടെ
വാർഷിക വരുമാനമെങ്കിൽ നമുക്ക് ഭരണഘടനാപരമായി കിട്ടുന്ന അവകാശങ്ങളുടെ സംവരണ അവകാശങ്ങളെ അവർ ബഹിഷ്കരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾക്കൊന്നും ഇത് കിട്ടുന്നില്ല. ഒരു പാഠപുസ്തകം കിട്ടുന്നില്ല, അതുപോലെ തന്നെ പഠനത്തിനായി കിട്ടുന്ന കമ്പ്യൂട്ടർ കിട്ടുന്നില്ല, അതുപോലെ തന്നെ ഈ കിട്ടുന്ന പല കാര്യങ്ങളും കിട്ടുന്നില്ല. ഇത് പോയല്ലോ മോനെ, പലതും കിട്ടുന്നില്ല. അപ്പോ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം നമ്മുടെ ജനം അറിയേണ്ടതാണ്. ആരായാൽ തന്നെയും നമ്മുടെ ജനം അറിയേണ്ടതാണ്. അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് റേഞ്ചിന്റെ പ്രോബ്ലം ആണെന്ന് കരുതുന്നു. എന്തായാലും നമ്മൾ സമയം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാധാകൃഷ്ണ സ്വാമിയിലേക്ക് വരെ അദ്ദേഹം വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മള് രാധാകൃഷ്ണ സ്വാമി മൈക്ക് ഓൺ ആക്കിയിട്ടില്ല, നമ്മൾ അങ്ങോട്ട് ചോദിക്കട്ടെ, അതിനുശേഷം പറയാം. ഇപ്പൊ ഈ ഇന്നിപ്പോ ഒരു വാർത്ത വരികയുണ്ടായി. പരമോന്നത ഇപ്പൊ ഹൈക്കോടതിയുടെ ഒരു പരാമർശമാണ് നമ്മളെ കേരളത്തിൽ നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട്. വലിയ ഗൗരവമുള്ള കേസല്ല, എന്നാലും കോടതി പറയുകയാണ് എന്താ വെച്ചാൽ ഇപ്പൊ ജാതി അധിക്ഷേപം, ഇപ്പൊ അട്രോസിറ്റി ആക്ടിന്റെ ഭാഗമായിട്ട് അട്രോസിറ്റി ആക്ടിന്റെ ഭാഗമായിട്ട് ജാതി അധിക്ഷേപം എന്ന് പറയുന്നത് നിങ്ങളെ ആക്ഷേപിക്കണം എന്ന് കരുതിയിട്ട് ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ അത് ആക്ഷേപമാവുകയുള്ളൂ എന്ന് കോടതി പറയുകയാണ്. അപ്പോ ഇവിടെ ഒരു വിഷയം എന്താ വെച്ചാൽ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ കാര്യങ്ങളിൽ കോടതിക്കും അതുപോലെ തന്നെ സർക്കാരുകൾക്കും എന്തോ പ്രത്യേക താല്പര്യമുള്ള പോലെയാണ് നിരന്തരം ഇടപഴകുന്നത് എന്ന് പറയുമ്പോഴും അവർ സത്യത്തിൽ ഈ പറഞ്ഞ പട്ടികജാതിക്കാർക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അവകാശങ്ങൾക്കും എതിരാണ് എന്ന്. കാരണം കോടതി ഈ ഇൻട്രസ്റ്റ് എടുക്കുമ്പോഴും കോടതിയിൽ കെട്ടിക്കിടക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ കേസുകൾ എത്രയാണെന്ന് അത് അറിയുന്നവർക്ക് അറിയാം. കാരണം ഒരു നീതിയും പലപ്പോഴും ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് SC/ST കോർട്ടുകൾ പോലും സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ എല്ലായിടത്തും ഉണ്ടായിട്ടും അതിന് പോലും ഈ വിഭാഗത്തിന് വേണ്ട നീതി ലഭിക്കുന്നില്ല എന്നൊരു വസ്തുതയുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ സമയത്ത് ഇപ്പോൾ ഈ പറയുന്ന ഈ സംവരണ വിഷയത്തിലും കോടതി ഇടപെടുമ്പോൾ അത് സർക്കാരുകളിൽ പോലും നമുക്ക് പ്രതീക്ഷയില്ലാണ്ടാകുമ്പോൾ ഇത് അവസാനമായിട്ട് കൂട്ടിച്ചേർക്കലാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ അങ്ങ് കഴിഞ്ഞ തവണ പറഞ്ഞു വെച്ചതും ഇനി പറയാനുള്ളതും ചേർത്ത് ഈ രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗക്കാർ സുരക്ഷിതരല്ല എന്ന് നമ്മൾ നിരന്തരം പറയാറുണ്ട്. എന്റെ ജനത സുരക്ഷിതരല്ല, എന്റെ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നേടി എന്ന് പറയുമ്പോഴും എന്റെ ജനതയുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നേടാൻ പറ്റി, ജോലിക്ക് പറ്റിയൊക്കെ ഉണ്ടായിട്ടും സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുന്ന രാജ്യത്തെ നമ്മൾ മന്ത്രിയാകുന്നില്ലേ, പ്രസിഡന്റ് ആകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡമ്മിയായി നിർത്തുന്നു എന്നല്ലാണ്ട് നമുക്ക് നമ്മളായിട്ട് തോന്നിക്കും സ്വാമി ആകുന്നില്ലേ എന്ന് ചോദിച്ചാൽ പോലും നമ്മൾ പറയാ ഒക്കെ ആകുമ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രാധാന്യവും പ്രാതിനിധ്യവും നമുക്കില്ല. ഉണ്ടെങ്കിലോ കൊണ്ടുപോയി നിർത്തുന്ന ഒരു ഡമ്മിയാണ്, ഒരു പ്രതിമയാണ്. അവൻ ഇവർക്ക് വേണ്ടി തുള്ളുന്നവനായിരിക്കും. അല്ല, എതിർത്ത് അംബേദ്കർ ഇറങ്ങിപ്പോരുമ്പോൾ സംസാരിച്ചതുപോലെ സംസാരിക്കുന്നവരാണെങ്കിൽ അവർക്ക് സ്ഥാനമില്ല രാജ്യത്ത്, അവർക്ക് അവകാശങ്ങളില്ല. ഉണ്ടെങ്കിലോ അത് ഇല്ലാതാക്കാൻ എന്താണ് എന്ന പഴുതു നോക്കി നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങേക്ക് ഈ വിഷയവുമായി എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? എന്താണ് ഈ സമൂഹം നമ്മുടെ ജനതയുടെ ഈ ഒരു വിഷയങ്ങൾ അങ്ങേക്ക് കൂട്ടിച്ചേർക്കാൻ അവസാനമായിട്ട് പറയണത്? അവസാനത്തുള്ള അങ്ങേക്ക് പറയാം. അതില് ഈ ഒന്ന് ചേട്ടൻ കുറച്ച് കാര്യം പറഞ്ഞു. അതിലെ ഈ സാമ്പത്തിക സംവരണവും അല്ലെങ്കിൽ സംവരണം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സാമ്പത്തിക പ്രശ്നമല്ല, നമ്മുടെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അതിനെപ്പറ്റി ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ ഈ ഇതിലെ കാസ്റ്റിസം, സാമ്പത്തികം ഈ ക്രീമി ലെയറിലുള്ളവരെ മാറ്റിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സംവരണം ഇല്ലാതെ എല്ലാവരിലും സമത്വം ഉണ്ടാക്കി എല്ലാവരും തുല്യരായി എന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ പോലും സകലരുടെയും ഉള്ളിന്റെ ഉള്ളിൽ ഈ കാസ്റ്റിസം ഇങ്ങനെ നിൽക്കുക. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. 50കളിലും 60കളിലും ജനിച്ചവരുടെയൊക്കെ പേരിന്റെ അറ്റത്ത് വാലില്ല സവർണരുടെ ആരുടെയും. കാരണം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ബാക്കി പത്രമെന്നുള്ള രീതിയിൽ എല്ലാവർക്കും തുല്യത എന്നുള്ള രീതിയിൽ വരുമ്പോഴേക്കും ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുസ്വാമിയുടെയും അതുപോലെ അയ്യങ്കാളിയുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവര് ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്ന ആ മെസ്സേജിന്റെ
അതിന്റെ അടിസ്ഥാനത്തിലാണ് 50കളുടെ അവസാനവും 60കളിലും ഒക്കെ ജനിച്ച കുട്ടികൾക്ക് ആർക്കും വാലില്ലാത്ത പേരുകളാണ്, ഇനിഷ്യല് മാത്രമേ. എന്നാൽ 80കൾക്ക് ശേഷം 90കളിലൊക്കെ ആയപ്പോഴേക്കും എല്ലാവർക്കും, കൊച്ചു കുട്ടികൾക്ക് വരെ നായര്, നമ്പ്യാര്, മേനോൻ, മറ്റോ മറിച്ചോ എന്നൊക്കെ എല്ലാത്തിനും പേര്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമത്വവും എല്ലാം ഇങ്ങനെ ഘോഷിക്കുന്നു എന്നുള്ളതല്ലാതെ ഉള്ളിന്റെ ഉള്ളിൽ ഇവരുടെ ജാതിസ്പർദ്ധയും ഈ സാമൂഹിക അസന്തുലിതാവസ്ഥ, ഉച്ചനീചത്വം അത് പുനഃസ്ഥാപിച്ചു കൊണ്ടുവരണം. അതായത് ചാതുർവർണ്ണ വ്യവസ്ഥിതി ഇവിടെ പുനഃസ്ഥാപിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ ഇവിടെ അധസ്ഥിത വർഗക്കാരൊഴികെ ബാക്കിയുള്ളവരെല്ലാം. അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ജോലിയിലും എല്ലാം സംവരണം കിട്ടുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് എന്നാൽ ഫലത്തിലേക്ക് തടഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ് പ്രൈവറ്റ് സ്വകാര്യവൽക്കരണം. അതേപോലെ തന്നെ സ്വകാര്യവൽക്കരണം, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുക. അതൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 1 ലക്ഷം രൂപ വിലയുള്ള സാധനത്തിന് വെറും 1000 രൂപ വില വെച്ചൊക്കെയാണ് കൊടുക്കുന്നത് കോർപ്പറേറ്റുകൾക്ക്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമ്മുടെ തൊഴിൽ നശിപ്പിക്കുക മാത്രമല്ല, പൊതുമുതൽ കൊള്ളയടിക്കുന്ന പരിപാടി. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വന്നിരിക്കുന്ന പരിപാടികൾ എന്താണ്? SC/ST പെട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും പ്രധാനമന്ത്രിയും ഇവരും എല്ലാം ഓരോരുത്തർ സ്വയം സംരംഭകരാകുന്നതിന് വേണ്ടി 3 കാര്യങ്ങളിലേക്ക് വേണ്ടി ഈടില്ലാതെ 2 കോടി രൂപ വരെ അഭ്യസ്ത വിദ്യരായിട്ടും സന്നദ്ധരമായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടി 2 കോടി രൂപ വരെ, അതായത് SC/ST ഉള്ളവർക്ക് 2 കോടി വരെ ഒരു ഈടും ഇല്ലാതെ സംരംഭത്തിന് വേണ്ടി നൽകും എന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. സ്കീമും കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്തതായിട്ട് ആരും അപ്ലൈ ചെയ്യാഞ്ഞിട്ടല്ല. എന്താണ്? ഒരു കുടുക്കിയില്ല. സ്കീമിന് ഇങ്ങനെ കൊട്ടിഘോഷിച്ച് ഇങ്ങനെ വിതരണം ചെയ്യും. അതിന് മുദ്രാ ലോണ് കഴിഞ്ഞ വർഷം വരെ 10 ലക്ഷം രൂപയായിരുന്നു. ഈ വർഷം അത് 20 ലക്ഷം ആക്കി, ഒരു ഈടും ഇല്ലാതെ. അത് സർവർക്കുമാണ്. ഇതിലെ ഒരു പ്രത്യേകത, SC/STക്ക് ഞാൻ പറഞ്ഞല്ലോ 2 കോടി രൂപ വരെ ഒരു ഈടും ഇല്ലാതെ കൊടുക്കാനുള്ള അതിന്റെ 35% സബ്സിഡിയും കൂടിയാണ്. അപ്പൊ 2 കോടി രൂപയില് 70 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണ്ട, 1 കോടി 30 ലക്ഷം രൂപ തിരിച്ചടച്ചാൽ മതി. അങ്ങനെയുള്ള സ്കീമുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കടലാസിന് മാത്രം, പ്രയോഗത്തിലേക്ക് വരുത്തുന്നില്ല. ഇപ്പം മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ടല്ലോ, SC/STയിലെ ആനുകൂല്യങ്ങൾ കിട്ടി, പഠിച്ചു, അവർ ഉദ്യോഗത്തിൽ കയറി, അവരെങ്ങനെയൊക്കെ ആയിരുന്നുണ്ട്. അതായത് ഇതിലെ 60കളുടെ ശേഷം 60കളിലും 70കളിലും 80കളിലും റീകൺവെർഷൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര പ്രസ്ഥാനം നടന്നു. അതായത് പട്ടികജാതി പട്ടികവർഗക്കാര് നേരത്തെ അവരുടെ പിതാക്കന്മാര് ക്രിസ്തുമതത്തിലേക്ക് പോയിരുന്നവര്, അവര് ജോലിക്ക് വേണ്ടി അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരിപാടികളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും റീകൺവെർട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഹിന്ദുവായി. ഹിന്ദു എന്നുള്ള പേരിൽ മാത്രം, ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ മാത്രം അങ്ങനെയായിട്ട് എന്ത് ചെയ്തു? ഉന്നത സ്ഥാനങ്ങളിലെല്ലാം കയറിപ്പറ്റി. ഈ സമൂഹത്തോട് യാതൊരു പ്രതിപത്തിയില്ല, നന്ദിയില്ല. ഇപ്പം കേശവൻ ചേട്ടൻ പറഞ്ഞ പോലെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി പറയുന്നത് ഈ സംവരണം ജോലിക്കും ഇതിനുമൊക്കെ നൽകുന്ന എന്തിനാ? ജോലി കിട്ടി വരുന്നവൻ ഹി വിൽ ബി ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹിസ് കമ്മ്യൂണിറ്റി എന്നാണ്. അവന്റെ സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അവൻ പ്രവർത്തിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അവൻ ഉൾക്കൊള്ളുന്ന, അവൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇവനെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വെച്ചിരിക്കുന്നതെന്നാണ് ഭരണഘടന വിഭാവന ചെയ്യുന്നത്. ഇവന്മാരെന്ത് ചെയ്യുന്നു? ഇവന്മാര് കയറി കഴിഞ്ഞാല് അതിന്റെ ശീതള ഛായയില്, സമ്പൽ സമൃദ്ധിയില് അവരങ്ങ് ജീവിക്കും, അവരുടെ മക്കളെയും കൊണ്ടുപോകും. എന്നിട്ടോ
മനസ്സുകൊണ്ട് അല്പം പോലും ഇവര് റീകൺവെർട്ട് ചെയ്ത് വന്നാൽ അവർക്ക് ഈ വിശ്വാസങ്ങളും ഇല്ല, ഈ ആചാരാനുഷ്ഠാനങ്ങളും ഇല്ല, ഈ ജനങ്ങളോട് അവര് യഥാർത്ഥത്തിലുള്ള ഇവിടുത്തെ SC ST അതായത് ഹിന്ദുവായിട്ട് നിൽക്കുന്നവരോട് വല്ലാത്ത അവഗണനയും പുച്ഛമായിരിക്കും. അവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുകയില്ല. സർവീസിൽ നിന്ന് ഇവർ റിട്ടയർ ആകുന്നു, ഇവർ ഇതുകൊണ്ട് സമ്പാദിക്കുക, അവരുടെ മക്കളെയൊക്കെ വളർത്തുകയൊക്കെ ചെയ്യും, മക്കളും നല്ല രീതിയിൽ എത്തും. സർവീസിൽ നിന്ന് റിട്ടയർ ആകുന്ന പിറ്റേ ദിവസം തന്നെ ഇവര് സുവിശേഷ പരിപാടിക്ക് പോകും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഇത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം അവർക്കൊന്നും ഇനി തുടർന്ന് ഇങ്ങോട്ട് വരാൻ പറ്റിയല്ല. ഇപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴിവിടെയുള്ള ഈ മനസ്സിൽ സവർണരുടെ ഉള്ളിൽ ഇപ്പോഴും ഉച്ചനീതിത്വം നിലനിർത്തിക്കൊണ്ട് കാണുന്നതായിട്ടുള്ള ജനങ്ങളുണ്ട്. ആ ജനങ്ങളെയാണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ മറ്റവരെല്ലാം തലതിരിഞ്ഞു പോയവരുടെ കാര്യമല്ല. അപ്പൊ ക്രീമി ലെയർ എന്ന് പറയുന്നത് മറ്റവർക്ക് തന്നെ അവർ ഇതിലേക്ക് വരുന്നുമില്ല. അവരിപ്പോ ക്രിസ്ത്യാനിയായിട്ടേ ഇപ്പൊ ജീവിക്കുന്നത്. കാരണം അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർ നേടിക്കഴിഞ്ഞു. ഇപ്പോഴിവിടെ അവശേഷിക്കുന്നതായിട്ടുള്ള ഈ പാവങ്ങൾക്ക് അവർക്ക് ക്രീമി ലെയറിന്റെ ആവശ്യമില്ല. അതന്നെയല്ല, ഇത് സാമ്പത്തിക സംവരണമല്ല, സാമൂഹിക സംവരണമാണ്. അതാണ് അതിന്റെ ഡിഫറൻസ്. ഇത് നമ്മളെ ഇങ്ങനെ ഒതുക്കുന്നതിന് വേണ്ടി, സാമ്പത്തികമായിട്ട് ഒതുക്കുന്നതിന്റെ കാര്യം ഇനി മറ്റു ചെറിയ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ MBBS-നും മെഡിസിനും എഞ്ചിനീയറിംഗിനും ഒക്കെ അഡ്മിഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാ? SC ST-യിലുള്ളവർക്ക് 1000-നും 2000-നും ഇടയ്ക്ക് റാങ്ക് ലിസ്റ്റുള്ളവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. അതേസമയത്തോ ഫോർവേഡ് കാശിലുള്ളവന് 4000-ന് ശേഷം 6000-ൽ വരുന്ന അവന് അഡ്മിഷൻ കൊടുക്കുന്നു. എന്ത് നീതിയാ, എന്ത് ന്യായമാണ്? പിന്നെ ബാബാജി വേറൊരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ ഹൈക്കോടതിയുടെ ഒരു പരാമർശത്തെ പറ്റി. അത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് 100% സത്യമായ കാര്യമാണ്. കാരണം അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഞാൻ പറഞ്ഞുതരാം. SC ST ആക്ട് അനുസരിച്ച് ഒരുത്തനെ ജാതിപ്പേര് വിളിക്കുന്നത് അല്ല ഒഫൻസ്. അത് ഇവിടുത്തെ പോലീസും വിവരമില്ലാത്ത ഈ SC ST സംഘടനകളുടെ നേതാക്കന്മാരും കൂടി ഉണ്ടാക്കി വെച്ച ഒരു അബദ്ധമാണ്. ഒരാളിനെ ഇപ്പോൾ ഞാൻ ഒരു SC ആയിട്ടുള്ള ഒരു വ്യക്തി, എന്നെ ഒരു സവർണനായിട്ടുള്ള ഒരുത്തൻ ചീത്ത വിളിച്ചു കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ എന്നെ തല്ലുന്നു പൊതുസ്ഥലത്ത് വെച്ച് തന്നെ, ഞാൻ ആരാന്ന്, ഞാൻ ഏത് ജാതിയിലുള്ളവനാണെന്ന് അവന് മുൻകൂട്ടി അറിവ് വേണം. ആ അറിവില്ലാതെ അവൻ ചെയ്യുന്നെങ്കിൽ അത് SC ST അട്രോസിറ്റിയിൽ വരികയല്ല. അവന് നേരത്തെ അറിയണം, ഞാൻ ഇന്ന ജാതിക്കാരനാണ്, ഇവൻ SC ആയിട്ടുള്ളവനാണ് ഞാന്, എന്നാൽ ഇവനെ നാട്ടുകാരെ ഉപയോഗിച്ച് 2 അടി കൊടുക്കുമ്പോ ഇവൻ അത് അപമാനമായിക്കോളും എന്നുള്ള ഉദ്ദേശം. ഞാനിതാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴല്ലേ ആവുള്ളൂ. ഒരു സെക്കൻഡ്, അങ്ങ് ഒരു റിട്ടയർഡ് SP കൂടിയാണ്, അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഒരു ക്രൈം ഒരാൾ ചെയ്യുമ്പോൾ അത് ക്രൈം ആണെന്ന് അയാൾക്ക് ക്രൈം തന്നെ, പക്ഷെ അല്ല, അതിന്റെ സംഭവം ക്രൈം തന്നെ. അവനെ പിടിച്ചു നിർത്തി തല്ലി എന്നുള്ളത് ക്രൈം തന്നെ. അതിനുള്ള ആപ്റ്റ് സെക്ഷൻസ് ആണ്. SC ST അട്രോസിറ്റി വരികയല്ല അതിന്. ഇവിടെയാണ് ഈ 18-ലോ 22-ലോ നിയമം. അവിടെയാണ് വ്യത്യാസം. അതായത് SC ST അട്രോസിറ്റി വരണമെന്നുണ്ടെങ്കിൽ ഈ തല്ലുന്നവൻ ഇവൻ ഇന്ന ജാതിക്കാരനാണെന്ന് നേരത്തെ അറിഞ്ഞിരിക്കണം. അവന് നേരത്തെ മുൻകൂട്ടി അറിയാവുന്നവനാണെങ്കിൽ, അങ്ങനെയുള്ളവനെയാണ് തല്ലുന്നതെന്നുണ്ടെങ്കിലേ ആവുള്ളൂ. അങ്ങനെ ഒരു അമെന്റ്മെന്റ് അറിഞ്ഞോ അറിയില്ല എന്നുള്ളത് വിഷയമല്ല എന്നുള്ളൊരു അമെന്റ്മെന്റ് ഉണ്ട്. SC ST കാരനാണെന്ന് അറിയണമെന്നില്ല. അത് ആ വിഭാഗത്തിന് അതല്ല. അതെന്താ സംഭവം അറിയോ? ജാതിപ്പേര് എന്നുള്ള ഭാഗം വരുന്നിടത്താണ്. അത് ജാതിപ്പേരെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഫൈൻഡിങ്സ് കറക്റ്റ് ആണത്. അറിഞ്ഞോ അറിയാതെയോ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഇപ്പം എന്റെ കുറെ വസ്തുവകകള് അല്ലെങ്കിൽ എന്റെ കുറെ ഭൂമി, ഇത് ഒരു വിഭാഗം സവർണറായിട്ടുള്ള ആൾക്കാർ കൈയടക്കുകയാണെങ്കിൽ അത് SC ST-യിൽ വരും. എന്നെ അല്ലെങ്കിൽ പരസ്യമായിട്ട് വഴിയിൽ എവിടെയെങ്കിലും നിന്നുകൊണ്ട് മറ്റവനെ മറിച്ചവനെ എന്ന് പറഞ്ഞ് ജാതിപ്പേര് വിളിച്ചാൽ അത് ഞാൻ ഇന്നവനാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നിലനിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ നിലനിൽക്കില്ല. എന്റെ വസ്തുക്കള് അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും സാധനങ്ങളോ എന്റെ ഭൂമിയോ ഒക്കെ അനധികൃതമായിട്ട് കയ്യേറുകയോ അല്ലെങ്കിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി എന്റെ നിന്ന് അത് അപഹരിക്കുകയാണെങ്കിൽ SC ST വരും. അത് അതിനുള്ള കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിലേ വരുള്ളൂ. കാരണം അത് പെട്ടെന്ന് ചെയ്യാവുന്നതല്ല.
അതിന്റെ പ്രൊലോങ്ഡ് പ്രോസസ് ഉണ്ട് അതിന്. ആ പ്രോസസ്സിന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വേണം, റവന്യൂ ഓഫീസറുടെ അടുത്ത് പോകണം, താലൂക്ക് ഓഫീസിൽ പോകണം. ഇതെല്ലാം പോയി വരുമ്പോഴേക്കും അന്നേരം അവന്മാരുടെ എല്ലാവരുടെയും ഒത്താശയൊക്കെ വേണം, റെക്കോർഡുകൾ ഉണ്ടാക്കി വരണം തന്നെ. അപ്പോഴേക്കും അങ്ങ് എന്താ പറയുക, ഇപ്പൊ തന്നെ പറഞ്ഞു, ഇപ്പൊ ഇത് SC/ST നിൽക്കട്ടെ, ഒരു ക്രൈം ചെയ്യുമ്പോൾ അത് ക്രൈമാണെന്ന് അറിയില്ല, എനിക്ക് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ അയാൾ പട്ടികജാതിക്കാരനാണെന്ന് അറിയണ്ട. പക്ഷെ ഒരാളെയും ഉപദ്രവിക്കാൻ പറ്റില്ലല്ലോ, ഒരാളെയും ഉപദ്രവിക്കാം. അങ്ങനെ ആ വ്യക്തി പട്ടികജാതിക്കാരനായി പറയുമ്പോൾ അയാൾക്ക് ഈ രാജ്യം കൊടുക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ നിയമസഭ SC/ST എന്നുള്ള ഞാൻ പറയട്ടെ, വെറുതെ വഴിയെ പോകുന്ന ഒരുത്തന്റെ പുറകെ ചെന്ന് അവന്റെ തലക്കെട്ടൊരു അടിയാൻ കൊടുക്കുക, അവൻ തിരിച്ചടിക്കുകയല്ലേ? അടിക്കണം, അതല്ല ഇവിടുത്തെ അങ്ങനെയുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അതാ പറഞ്ഞത്. ഞാൻ ഒരുത്തൻ വെറുതെ പോകുന്നു, അവന്റെ ഒരെണ്ണം ഞാൻ കൊടുക്കുക, അവൻ തിരിച്ചെന്നെ തല്ലുക, തിരിച്ചു തല്ലിക്കഴിഞ്ഞാൽ എന്നെ തല്ലിയത് SC/ST ആക്ട് ആകുകയല്ല. ഇപ്പം നമ്മുടെ മിക്കവാറും അങ്ങേ ഒരാൾ ഇപ്പൊ സൈബർ കേസ് പറയാം, അങ്ങേ ഒരാൾ ഇന്ന് ഫോണിൽ വിളിച്ച് അങ്ങ് അനാവശ്യം വിളിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങ് പട്ടികജാതിക്കാരൻ അയാൾ അറിയാണ്ടേ വിളിച്ചെന്ന് പറഞ്ഞത് എങ്ങനെ ശരിയാവും? അങ്ങ് പട്ടികജാതിക്കാരനാണല്ലോ, അയാൾ അറിയില്ല എന്ന് അയാളെ കുറവല്ലേ, അങ്ങയുടെ കുറവല്ലല്ലോ. അങ്ങനെയല്ല, അതല്ല. അതായത് പട്ടികജാതിക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ ആ ജാതിയുടെ പേര് പറഞ്ഞ് അപമാനിക്കാൻ, ഡിറോഗേഷൻ ആണ് നടക്കേണ്ടത്. അതായത് മറ്റ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ നേരത്തെ അറിയണ്ടേ? ആ ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ട് അപമാനിതനാകണം. ജാതി പേര് വിളിക്കുന്നത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു പട്ടികജാതിക്കാരനെ എന്ത് ചെയ്താലും എനിക്കത് പട്ടികജാതിക്കാരനെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റില്ലല്ലോ, അത് അറിയല അയാളുടെ ആവശ്യമല്ലേ. അങ്ങനെയല്ല, അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഒരു വസ്തുവകളോ ഡോക്യുമെന്റ്സ് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതവൻ അറിയാൻ പാടില്ലെന്ന് പറയും. ഈ ലോങ് പ്രോസസ്സിനിടയ്ക്ക് അവൻ അറിയുമ്പോഴേക്കും അവനെ ഇതിന് പിന്മാറണം. അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ യാദൃച്ഛികമായിട്ടുണ്ടാകുന്ന ഒരു സംഭവം. ഇപ്പം ഇതേപോലെ വേറെ ഒരു ഉദാഹരണം പറയാം. ഒരു നായര് പയ്യനും ഒരു പട്ടികജാതിക്കാരനും സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളാണ്, ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ചു നടന്നവരാണ്. മിക്കവാറും ഒരുമിച്ചായിരിക്കും നടക്കുന്നതൊക്കെ, സഞ്ചാരവും എല്ലാം, പഠനമൊക്കെ ഒരുമിച്ചാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കളിക്കളത്തിൽ വെച്ച് കളിച്ചു. ഇപ്പം അവരൊന്ന് വോളിബോൾ കളിക്കുകയാണ്. രണ്ടുപേരും ഒരു ടീമിലാണ്. ഇവൻ ചെയ്തത്, ഇവൻ ഒരു സപ്ലൈ കൊടുത്തത് ശരിയായില്ല. അതായത് നായര് പയ്യന് ഒരു സപ്ലൈ മറ്റവന് കൊടുത്തത് ശരിയായില്ല. അവനുടനെ എന്നടാ പച്ചണ്ടി നീ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഉടനെ അടുത്തത് ഇവൻ അത് മനസ്സിൽ വെച്ചോണ്ടിരുന്നത്. അടുത്ത ഒരു ബോൾ വന്ന് ഇവന് കൊടുത്തത് ശരിയായില്ല. ഉടനെ ഇവൻ പറയാ, എന്നടാ പലക്കേട് ഇങ്ങനെയാണോ ചെയ്യുന്നത്? അവൻ ചോദിച്ചു. ഇത് ഒരിക്കലും ഒഫൻസ് ആകിയല്ല. നേരത്തെ മുൻകൂട്ടി അറിയാമെങ്കിൽ പോലും ഞാൻ ഈ കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് ഈ ഒഫൻസ് മാറുന്നത്. അത് ഡിസ്ക്രീറ്ററി പവർ. അതുകൊണ്ടാണ് പറയുന്നത്, അതിന്റെ സെക്ഷൻ 4 വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഇതിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്നവൻ പോലീസ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എ DYSP who have been proved his excellence in the field of investigation less than 7 years. 7 വർഷത്തിൽ കുറഞ്ഞ് DYSP ആയിട്ട് അവൻ ഈ അന്വേഷണത്തിൽ അവന്റെ പാഠവും ചാതുര്യവും തെളിയിച്ചിട്ടുള്ളവനെ ആക്കാവുള്ളൂ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ. അങ്ങനെ ആക്കുന്നത് തന്നെ ഇറ്റ് ഷുഡ് ബി ബൈ ഓർഡർ. അതിനൊരു പ്രൊസീഡിങ്സ് ഇറക്കി വേണം ചെയ്യാനെന്നാണ്. അപ്പോഴേക്കും അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന് ആയിരിക്കണം ഇത് അന്വേഷണം നടത്താനെന്നും. അത് അങ്ങനെ ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ട് ആ കേസില്, ഈ ആക്ടില്. ആക്ടിനെ പറ്റി ശരിക്കും പഠിക്കാതെ വെറുതെ അവിടെ ഈ മിക്കവാറും സെക്ഷൻ 3 ഇങ്ങനെ 10-27 കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒഫൻസുകൾ. ആ ഒഫൻസുകളൊക്കെ ആകുന്ന കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ അനുസരിച്ചേ ആവുള്ളൂ. അല്ലാതെ വെറുതെ ഇപ്പൊ മിക്കവാറും എല്ലാം അവകാശരാകുകയാണ്. ജാതിപ്പേര് വിളിച്ച് അപമാനിച്ചു എന്നും പറഞ്ഞു കേസ് പോകും. കേസ് എന്ന് കഴിയുമ്പോഴേക്കും ഈ അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് മറ്റൊരു ചർച്ചയായിട്ട് തന്നെ വെക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോഴും ചെയ്യുന്ന നമ്മുടെ ഈ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ റിസർവേഷനെ മാറ്റുന്ന പ്രൈവറ്റൈസേഷനും എല്ലാ മേഖലകളിലും, അതേപോലെ തന്നെ ലോണുകളുടെ കാര്യം, എന്റർപ്രണർഷിപ്പിലേക്ക് വരുന്നത്,
ഈ 2 കോടി ലോണും കൊടുക്കുന്നില്ല, ഇപ്പൊ മുദ്രാ ലോണും കൊടുക്കുന്നില്ല. കേരളത്തില് SC/ST ലോണുകൾ കൊടുത്ത ആരെങ്കിലും 3 കാര്യങ്ങളാണ് പറയുന്നത് അവര്. 1 പ്രൊഡക്ഷൻ, 2 സർവീസ്, 3 ട്രേഡിംഗ്. ഒരു കാര്യത്തിനും ആരെയും ഈ ഗവൺമെന്റ് ലിഫ്റ്റ് ചെയ്തതായിട്ട്, ഒരു ലോൺ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചതായിട്ട് എന്റെ അറിവിലില്ല. പലരെ കൊണ്ട്, പല കുട്ടികളെ കൊണ്ട് ഞാൻ അവരെ എൻകറേജ് ചെയ്തിട്ട് അവരെ കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുപ്പിച്ചു, പ്രോജക്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കി, എല്ലാം ശരിയാക്കി കൊടുത്തു. പക്ഷെ നടന്നിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടി നമ്മൾ തുടർന്നുള്ള കാലങ്ങളിൽ ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. ഈ ചർച്ചയിൽ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ ഒരു കാര്യം പ്രത്യേകം ആരും പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ പറയാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് ഈ പറയുന്ന ക്രിമിനൽ ലിസ്റ്റും മറ്റും തയ്യാറാക്കൽ, ഉപജാതി സംവരണത്തിനുള്ള ലിസ്റ്റ് തയ്യാറാക്കാനുള്ള അധികാരം കൊടുക്കുന്നു പറയുമ്പോൾ സർക്കാരുകൾക്ക്, സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ ഇത് വരുമ്പോഴുള്ള ദോഷം എന്താണ്? അതായത് ഈ നമ്മൾ പറയാറ് സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോഴും അതൊരു വ്യക്തമായ കക്ഷി രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിലനിൽക്കുന്ന സംവിധാനത്തിൽ രാഷ്ട്രീയ അധികാര പങ്കാളിത്തം എന്ന് പറയുന്ന വ്യവസ്ഥയിൽ തന്നെ കമ്മ്യൂണൽ അവാർഡിന്റെ ഭാഗമായി മാറ്റം വരുമ്പോൾ, സംവരണം വരുമ്പോൾ, അത് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തതിന്റെ ഫലമായിട്ട് SC/ST സമൂഹത്തിന് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ രാഷ്ട്രീയ അടിമത്വം പേറുന്ന നേതാക്കന്മാരുണ്ടാകുന്നു എന്ന സംവിധാനം പോലെ തന്നെ ഈ സംസ്ഥാന സർക്കാരുകൾക്ക് ഉപജാതി സംവരണമല്ല എന്തിന് അധികാരം കൊടുത്താലും അത് ഇവരുടെ അടിമകളെ ഉണ്ടാക്കുന്ന സംവിധാനം വരുമെന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ എന്താ പറയുക? ചുരുങ്ങിയ വാക്കുകൾ, വളരെ ചുരുങ്ങിയ വാക്കുകൾ. അതിപ്പോഴേ നല്ലൊരു ശതമാനം അത് സംഭവിക്കും. പക്ഷേ ഒരു മെക്കാനിസം ആവശ്യമുണ്ട്. ഏത് സെൻസസ് നടത്തുന്നതിനാണെങ്കിലും ഏതിനാണെങ്കിലും ഒരു മെക്കാനിസം ആവശ്യമുണ്ട്. അത് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ആ മെക്കാനിസത്തിൽ കൂടെ പോയെങ്കിലേ അതിനൊരു ഓത്തന്റിസിറ്റി ഉള്ളൂ, അംഗീകാരം ഉണ്ടാവും. അതുകൊണ്ട് ഗവൺമെന്റ് ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ എംപവർ ചെയ്താലും അവര് ചെയ്യുന്നത് സുതാര്യമാകുന്നതാണ് ആവശ്യം. ഗവൺമെന്റ് ഇങ്ങനെ ഓരോ രാഷ്ട്രീയ കക്ഷികളാണ് ഗവൺമെന്റ് ഭരിക്കുന്നത്. അവരുടെ ഇപ്പം പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ആകുമ്പോഴേക്കും അവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചു പോകുക എന്നുള്ള ഒരു പോളിസിയാണ്. അല്ലാതെ നീതിയോ ന്യായോ മര്യാദയോ എന്നുള്ളത് ഇല്ലാത്തത് കൊണ്ട് അത് നമുക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന, നമ്മളെ ആകുലപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് ഗവൺമെന്റിനല്ലാതെ ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് ചെയ്യാനുള്ള അധികാരമില്ല. പ്രൈവറ്റ് ഏജൻസിയെ കൊണ്ട് വേണേൽ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ചെയ്യിപ്പിക്കാമെന്നേ ഉള്ളൂ, എന്നാലും ഗവൺമെന്റ് വേണം ചെയ്യിപ്പിക്കാൻ. അപ്പൊ ഗവൺമെന്റ് ചെയ്യേണ്ടതാണത്. അത് നമുക്ക് വേറെ ഗവൺമെന്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല, ഗവൺമെന്റ് തന്നെ ചെയ്യണം. അതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ ജാതി സെൻസസ് പൂർത്തിയാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ റിസർവേഷന്റെ അനുപാതം അനുസരിച്ച് ഓരോ പട്ടികജാതിക്കാർക്കാണെങ്കിലും പട്ടികവർഗക്കാർക്കാണെങ്കിലും OBC-ക്കാണെങ്കിലും ഈ പരിവർത്തിത ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിലോ മറ്റേ ആംഗ്ലോ ഇന്ത്യൻസിനാണെങ്കിലോ അതുപോലെ തന്നെ ന്യൂനപക്ഷം എന്നൊക്കെ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള മുസ്ലിങ്ങൾക്കും അതേപോലെ തന്നെ ജാക്കോവിറ്റ്സ് ഇങ്ങനെയുള്ളവർക്കും എല്ലാം, അതുപോലെ തന്നെ സിഖ്, ബുദ്ധമതം, ഇവർക്ക് എല്ലാവർക്കും അവരെയൊക്കെ ഇതിലാണല്ലോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വരുന്ന വിഭാഗങ്ങൾക്കൊക്കെ ഭരണഘടനയിൽ വിഭാവന ചെയ്തിരിക്കുന്ന രീതിയിലുള്ള പ്രാതിനിധ്യം നൽകപ്പെട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ വീഴ്ച വന്നിട്ടുണ്ട്, എവിടെയൊക്കെയാണ് കുറവുകൾ, അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്ത് എന്നൊക്കെ മനസ്സിലാക്കുന്നതിനും നല്ല രീതിയിലേക്ക് അത് മാറ്റി നല്ല രീതിയിലേക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉതകുന്നതാണ് ഈ കമ്മ്യൂണൽ ജാതി സെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ നല്ല കാര്യമാണ്, നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ. ഇപ്പൊ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നല്ല ഗുണങ്ങളുണ്ടാകും. അത് മോശം രീതിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അങ്ങനെയായി മോശമായി പോകും, അത്രേ ഉള്ളൂ. അതായത് ഇപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നും IMF-ൽ നിന്നൊക്കെ കേരള സർക്കാർ ലോൺ വാങ്ങിക്കുന്നുണ്ട്. ലോൺ വാങ്ങിക്കുന്ന ഇവിടുത്തെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഇവിടുത്തെ പുരോഗതികൾക്കും പ്രയോജനപ്പെടുത്തുക, മുഴുവൻ പൂർണ്ണമായിട്ടും അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുകയായിരുന്നെങ്കിൽ നല്ല കാര്യമായി. ഇതങ്ങനെയല്ല, അവര് വിദേശങ്ങളിൽ സഞ്ചരിക്കുന്നതിനും ധൂർത്തടിക്കുന്നതിനും വേണ്ടി ചെലവഴിച്ചിട്ട് ഇവിടെ കാശില്ല എന്നും പറഞ്ഞ് വീണ്ടും കിടന്നോണ്ട് ബഹളം ഉണ്ടാക്കുക, ജനങ്ങളെ ഞെക്കിപ്പിഴിയുക, സെസ് ഏർപ്പെടുത്തുക, ആ ടാക്സ് വെക്കുക, ഈ ടാക്സ് വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴേക്കാണ് ഇതേപോലുള്ള കാര്യങ്ങൾക്ക്
ശരിക്കും ഈ ജാതി സെൻസസ് കൊണ്ടൊക്കെ ഇവിടെ എവിടെയൊക്കെയാണ് പോരായ്മകൾ വന്നിരിക്കുന്നത് അത് കണ്ടുപിടിച്ച് അത് നികത്തി എല്ലാവർക്കും തുല്യമായിട്ടുള്ള പ്രാതിനിധ്യം നൽകാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും രാധാകൃഷ്ണ സ്വാമി, എന്തായാലും നമ്മളുടെ സമയം 1 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ 15 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനിയും നമ്മുടെ ഈ സമൂഹത്തിന്റെ ഈ SC/ST സമുദായങ്ങൾ എന്ന് പറയുന്നത് തന്നെ രാജ്യത്ത് എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രത്യേകം എടുത്തുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിരിക്കുന്നത്, പുതിയ ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നു എന്ന് വരുമ്പോൾ ഈ സമൂഹങ്ങൾ ഇന്നും പലതും പല പീഡനങ്ങളും പല മാറ്റി നിർത്തലുകളും അവർ അനുഭവിക്കുന്നു എന്നും ഒക്കെ വളരെ വ്യക്തമാണ്. നിരന്തരം രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും നമ്മൾ നിത്യേനയുള്ള ഓരോ ക്രൈം ലിസ്റ്റ് പരിശോധിക്കുമ്പോഴും രാജ്യത്ത് ഇന്നും തന്നെ ബലാത്സംഗം ചെയ്യപ്പെടുന്നതും അതുപോലെ പീഡിപ്പിക്കപ്പെടുന്നതും ഉപദ്രവിക്കപ്പെടുന്നതും ചുട്ടരിക്കപ്പെടുന്നതിലും ഓരോ എണ്ണം ഓരോ ദിവസവും ഓരോ പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഉണ്ട് എന്നുള്ളൊരു വസ്തുത ഈ രാജ്യത്ത് എന്നും നിലനിൽക്കുമ്പോൾ ആ സമൂഹത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ 1 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ മതിയാകില്ല, കാരണം അത്രയ്ക്കുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു വിഷമം എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ, ഈ സമൂഹത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ ഈ സമുദായങ്ങൾക്കുള്ളിലുള്ള ആളുകൾക്ക് പോലും ഇതെന്താണെന്ന് അറിയേണ്ട ഒരു താല്പര്യമില്ല എന്നുള്ളൊരു ഖേദകരമായ ഒരു വിഷയമുണ്ട്. കാരണം അവർക്കത് അറിയണമെന്ന് പോലും തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും തുടർന്നും ഇത്തരം വിഷയങ്ങൾ നമുക്ക് സംസാരിക്കണം, ചർച്ച ചെയ്യണം. ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു അതിഥിയായി പങ്കെടുത്തുകൊണ്ട് സമയം ചെലവഴിച്ച രാധാകൃഷ്ണൻ IPS അതുപോലെ തന്നെ KK കേശവൻ അദ്ദേഹത്തിനും നമ്മുടെ പ്രത്യേകം ഈ ഒരു പരിപാടി പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നമ്മൾ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നതായിട്ട് എല്ലാ പ്രേക്ഷകരോടും തൽക്കാലത്തിന് നമ്മൾ വിട പറയുകയാണ്. അപ്പോ തുടർന്നും നമുക്ക് ഇതുപോലുള്ള വിഷയങ്ങൾ നമുക്ക് ഭൗതികവും ആത്മീയവുമായ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. ആരാണോ പാർശ്വവൽക്കരിക്കപ്പെടുന്നത്, ആർക്കാണോ നീതി നിഷേധം ഉണ്ടാകുന്നത്, അത് വിശ്വാസത്തിന്റെ പേരിലായാലും ശരി, അത് മറ്റു വ്യവസ്ഥകളുടെ പേരിലായാലും ശരി, ആ നീതി നിഷേധത്തിനെതിരാണ് നാം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കേവലം ആത്മീയതയല്ല, ആത്മീയതയിൽ ഊന്നിക്കൊണ്ടുള്ള ഭൗതികത, ഭൗതികതയിൽ ഊന്നിക്കൊണ്ടുള്ള ആത്മീയത എന്നാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ധർമ്മസമരത്തിന്റെ ഈ ഭാഗമായി നിൽക്കുന്നത്. കേവലം ഏതെങ്കിലും ഒരു ജാതിയിലെ തുടർന്നുള്ള ദിവസങ്ങളിൽ ആർക്കാണോ പാർശ്വവൽക്കരണം, അവരുടെയൊക്കെ കാര്യങ്ങൾ, ആർക്കാണോ വേദനകൾ, അവരുടെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യും. എന്തായാലും ഏവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും കരിനീലിയമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരും ചില ഡിമാന മക്കൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ എപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ ഹരി നമ ചണ്ടാള രൂപായ ഗുരു ശ്രീപാദകാം പൂജയാമി ചണ്ടാളഹം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.